ക്യാമ്പുകൾ നമുക്ക് നൽകുന്ന അനുഭവം. ഞാനിവിടെ ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രാസംഗികൻ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം അധികമായി സംസാരിക്കുന്ന ആൾ എന്നതാണ്. അതുകൊണ്ടാണ് ഈ പ്രാസംഗികർ എന്ന് ചിലർ വിളിക്കാറുള്ളത്. ഞാനൊരു പ്രാസംഗികനാവാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ അല്പം കുറച്ച് വർത്തമാനം പറയാം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ MSFന്റെ യോഗങ്ങളിലും യൂത്ത് ലീഗിൻ്റെ ഒക്കെ ഇതുപോലെ ഇന്റേണൽ ക്യാമ്പുകളിൽ ഒരുപാട് കാലങ്ങളായി പങ്കെടുക്കാറുണ്ട്. എവിടെയോ സംസാരിച്ചത് ആരോ പോസ്റ്റ് ചെയ്തപ്പോൾ അതൊന്നങ്ങ് പ്രചരിച്ചു പോയതാണ്. ആ പ്രചരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നെ വിളിച്ചത് എന്നും എനിക്കറിയാം. നമുക്ക് ഇവിടെ ചേർന്നിരിക്കുമ്പോൾ ഈ ക്യാമ്പിൽ വന്നതിൽ നിങ്ങൾക്കൊരു 3 പ്രധാനപ്പെട്ട അറിവുകൾ സമ്മാനിക്കണമെന്നതാണ് ഉദ്ദേശം. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധയോടെ വീക്ഷിക്കുമെന്ന കാര്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നാമത്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ എന്നാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു അമാനി ഹസ്രത്ത്. ലിയാഹുദ്ദീൻ അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വലിയ സ്വീകാര്യനായ, നമ്മളുടെ തലമുറയൊന്നും ദർശിച്ചിട്ടില്ലാത്ത അത്ര പാണ്ഡിത്യമുള്ള മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട്ടിൽ ഞാൻ ഇങ്ങോട്ട് വന്നത് പൊന്നാനിയിലൂടെയാണ്. പൊന്നാനിയിലെ പള്ളി സന്ദർശിച്ചിട്ടുണ്ടാവും പലരും. പൊന്നാനി പള്ളിയിൽ ഇന്നും ഒരു വിളക്കുണ്ട്. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ആ പൊന്നാനി പള്ളിയുടെ വിളക്കത്തിരുന്നിങ്ങനെ പള്ളിയിൽ ഓതി പഠിച്ചവരാണ് മുസ്ലിയാക്കന്മാരായിട്ട് പുറത്തിറങ്ങുന്നത്. പൊന്നാനി പള്ളി പോലെ അന്ന് ഉപരിപഠനത്തിന് നമ്മുടെ നാട്ടിൽ നിന്ന് ദർസ് പഠനമൊക്കെ കഴിഞ്ഞ കുട്ടികൾ പോയിരുന്നത് തമിഴ്നാട്ടിലെ വെല്ലൂർ ബാക്കിയാത്ത് സോലിഹാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. വെല്ലൂർ ബാക്കിയാത്ത് സോലിഹാത്തിൽ പഠിച്ച ആളുകളെയാണ് ബാക്കവി എന്ന് വിളിക്കാറുള്ളത്. ബാക്കവി ബിരുദം ലഭിക്കുന്ന വെല്ലൂർ ബാക്കിയാത്ത് സോലിഹാത്തിനോട് സമീപത്തായി മംബൗൽ അൻവാർ എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനം ഞാൻ നേരത്തെ പറഞ്ഞ ഈ അമാനി ഹസ്രത്ത് ആരംഭിച്ചു. അതിൻ്റെ ഒരു വലിയ സമ്മേളനം, സനദ് ദാന സമ്മേളനം അന്ന് നടന്നു. സനദ് ദാന സമ്മേളനത്തിൽ അതിഥിയായി പങ്കെടുത്തത് അഭിവന്ദനായ മുഹമ്മദ് ഇസ്മായിൽ എന്ന് പറയുന്ന മദിരാശി പ്രവിശ്യ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം വലിയ ആളുകൾ ചേർന്ന വലിയ സമ്മേളനത്തിൽ വെച്ച് മദിരാശി പ്രവിശ്യ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായ മുഹമ്മദ് ഇസ്മായിലിനെ അന്ന് തമിഴ്നാട്ടിൽ ഏറ്റവും പ്രഗത്ഭനായ ആളുകൾ അറിയപ്പെട്ടിരുന്ന, ബഹുമാനിച്ചിരുന്ന അമാനി ഹസ്രത്ത് എന്ന ലിയാഹുദ്ദീൻ അഹമ്മദ് സദസ്സിന് പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രസംഗിച്ചപ്പോൾ ഈ ഇരിക്കുന്ന ഖായിദെ മില്ലത്ത് എന്നാണ് സൂചിപ്പിച്ചത്. നമ്മുടെ ഈ ചടങ്ങിൽ അധ്യക്ഷനായ മുഹമ്മദ് ഇസ്മായിലിനെ ഞാനൊരു പ്രയോഗം നടത്താൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഖായിദെ മില്ലത്ത് എന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നേതാവ് എന്ന് അഭിസംബോധന ചെയ്തു. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ എന്ന മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അന്ന് മുതൽ ഖായിദെ മില്ലത്ത് എന്നറിയപ്പെട്ടു. അതിനുശേഷം പ്രസംഗിക്കാൻ എണീറ്റ് നിന്ന മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അദ്ദേഹത്തെ ഖായിദെ മില്ലത്ത് എന്ന് വിശേഷിപ്പിച്ച അമാനി ഹസ്രത്തിനെ നോക്കി പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാർ സമുദായത്തിൻ്റെ ആത്മാവാണ്. ഞങ്ങളെപ്പോലത്തെ പാവങ്ങളായ ഉമറാക്കൾ അല്ലെങ്കിൽ നേതാക്കൾ സമുദായത്തിൻ്റെ ശരീരമാണ്. ഈ ഇരിക്കുന്ന അമാനി ഹസ്രത്ത് ഷെയ്ഖുൽ മില്ലത്ത് എന്ന് തിരിച്ചു വിളിച്ചു. അങ്ങനെ ഖായിദെ മില്ലത്തും ഷെയ്ഖുൽ മില്ലത്തും ഉണ്ടായ സമ്മേളനമാണ് 1945 മംബൗൽ അൻവാറിന്റെ സനദുദാന സമ്മേളനം. ആ സമ്മേളനത്തിന് ശേഷം മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഖായിദെ മില്ലത്ത് എന്നും അഭിവന്ദനായ അമാനി ഹസ്രത്ത് ലാൽപേട്ടിലെ ഷെയ്ഖുൽ മില്ലത്ത് എന്നും അറിയപ്പെട്ടു എന്നാണ്. ഞാനിതിവിടെ സൂചിപ്പിച്ചത്, നമ്മളിവിടെ പഠിക്കുന്ന ആദ്യത്തെ പാഠം ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ എന്നാണ്. നമ്മുടെ അടുത്തൊക്കെ പേന തന്നിട്ടുണ്ട്, പേപ്പർ തന്നിട്ടുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ വീട്ടിൽ പോയി മൊബൈൽ എടുത്ത് ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഗൂഗിളിൽ നിങ്ങൾ ജസ്റ്റ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ എന്നൊന്ന് സെർച്ച് ചെയ്യണം. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ലഭിക്കും. അദ്ദേഹത്തിൻ്റെ ഡാറ്റ നിങ്ങൾ നെറ്റിൽ പരതണം. അദ്ദേഹത്തെ സംബന്ധിക്കുന്ന പുസ്തകം വായിക്കണം. ഞാനൊരു പുസ്തകവും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഗ്രേസ് പബ്ലിക്കേഷൻ പുറത്തിറക്കിയ
ആലിക്ക് വാഴക്കാട് എഴുതിയ കായിദെ മില്ലത്തിനെ സംബന്ധിക്കുന്ന ഒരു പുസ്തകമുണ്ട്, കായിദെ മില്ലത്ത്. അത് തമിഴിൽ കൗമിൻ കാവലാൾ എന്ന് പറയുന്ന പുസ്തകമാണ്. അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആലിക്ക് വാഴക്കാടാണ്. ആ പുസ്തകം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ എല്ലാവരും വായിക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. വായന മരിക്കുന്ന സമൂഹത്തിൽ ചരിത്രം നഷ്ടപ്പെടുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ വായിക്കുന്ന കുട്ടികളാകണമെന്നൊരു അഭിപ്രായത്തോടു കൂടി ആ പുസ്തകമാണ് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത്. 1899 തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ് കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ജനിക്കുന്നത്. ഉപ്പയുടെ പേര് മിയാൻ കണ്ണ് റാവുത്തർ എന്നാണ്. ഉമ്മയുടെ പേര് മുഹീദ്ദീൻ ഫാത്തിമ ബീവി എന്നാണ്. കായിദെ മില്ലത്തിന്റെ ഉപ്പ മിയാൻ കണ്ണ് റാവുത്തർ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. കായിദെ മില്ലത്ത് രണ്ടാമത്തെ കുട്ടിയാണ്. ഉമ്മക്ക് 5 കുട്ടികളാണ്. ഉമ്മയുടെ പ്രായം 25 വയസ്സാണ്. ഉപ്പ മരണത്തിന് ശേഷം കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ പോറ്റിയത് തമ്പി മീറാൻ റാവുത്തർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വല്ലിപ്പയാണ്. തമ്പി മീറാൻ റാവുത്തർ വലിയ വസ്ത്ര കച്ചവടക്കാരനായി. അദ്ദേഹം ഓരോ ഊരുകളിലേക്ക് യാത്ര ചെയ്ത് വസ്ത്രം വിൽക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ തിരുനെൽവേലിയിൽ നിന്നും നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം, അന്ന് അനന്തപുരിയാണ്, തിരുവനന്തപുരത്തെ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ കൊട്ടാര പരിസരങ്ങളിലൊക്കെ രാജകുടുംബാംഗങ്ങൾക്കൊക്കെ വസ്ത്രം വിൽക്കുന്ന ജോലി കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ദിവസം രാജകൊട്ടാരത്തിൽ വസ്ത്രം വിൽക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, എല്ലാ കച്ചവടക്കാരോടായിട്ട് രാജകുടുംബത്തിന്റെ ഒരു കൽപ്പന വന്നു, ഇവിടെ വസ്ത്രം വിൽക്കാൻ വരുന്നവർ പുറത്തു നിന്നാൽ മതി, അകത്തേക്ക് വസ്ത്രം കൊടുത്തയക്കുക, വാങ്ങിച്ച വസ്ത്രത്തിന്റെ ബാക്കിയും അതിന്റെ പണവും പുറത്തേക്ക് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും എന്നതാണ്. തമ്പി മീറാൻ റാവുത്തർ എന്ന കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ വെല്ലിപ്പ അന്ന് വസ്ത്രം വിൽക്കാൻ തയ്യാറായില്ല. രാജാവ് ഇതറിഞ്ഞ് അദ്ദേഹത്തെ വിളിപ്പിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വസ്ത്രം വിൽക്കാൻ തയ്യാറാകാത്തത്? അദ്ദേഹം പറഞ്ഞത്, എനിക്ക് കയറാൻ അനുവാദമില്ലാത്തടത്ത്, എനിക്ക് കയറി ചെല്ലാൻ അനുവാദമില്ലാത്തടത്ത് എൻ്റെ വസ്ത്രം വിൽക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ്. രാജാവിന് ആ നിലപാട് ഇഷ്ടമായി. ആ നിലപാട് ഇഷ്ടമായതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് തമ്പി മീറാൻ റാവുത്തറോട് രാജാവ് ചോദിച്ചത്, നിങ്ങൾക്ക് എന്താണ് ഇതിന് പകരം വേണ്ടത് എന്ന്. തിരുവനന്തപുരത്ത് ചാല എന്ന് പറയുന്ന മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിൽ അന്ന് പുലയന്മാർക്കും താഴ്ന്ന ജാതി ആളുകൾക്കും മുസ്ലിങ്ങൾക്കും ഭൂമി വാങ്ങിക്കാൻ പാടില്ല. അന്ന് അനന്തപുരിയിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. അന്ന് തിരുവിതാംകൂർ മഹാരാജാവിനോട് തമ്പി മീറാൻ റാവുത്തർ പറഞ്ഞു, എനിക്ക് കുറച്ച് സ്ഥലം ഇവിടെ തന്നാൽ ഞാനത് പണം നൽകി വാങ്ങിച്ചോളാം എന്നാണ്. തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിൽ ആദ്യമായി പണം കൊടുത്ത് ഭൂമി വാങ്ങിച്ച് കച്ചവടം ചെയ്ത കച്ചവടക്കാരന്റെ പേരാണ് തമ്പി മീറാൻ റാവുത്തർ. ഇന്നും തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിൽ നമ്മുടെ റഹ്മാനിയ ഹോട്ടലിൽ കേദൽ ചിക്കനൊക്കെ കഴിക്കാൻ പോകുന്ന ആ ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയ കാണുമ്പോൾ ആദ്യമായി അങ്ങനെ ഒരു നിലപാടിന്റെ പേരിൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെ അടുത്ത് നിന്ന് സമ്മാനം കൈപ്പറ്റിയ തമ്പി മീറാൻ റാവുത്തറുടെ ഈ പേരക്കുട്ടിയായ മകന്റെ മകനായാണ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തിരുനെൽവേലിപ്പേട്ടയിൽ പഠിച്ചത്. തിരുനെൽവേലിപ്പേട്ടയിൽ പഠനം പൂർത്തിയാക്കി അദ്ദേഹം ഇങ്ങനെ മുതിർന്നു പോകുന്ന സമയത്ത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ, അന്ന് മദ്രാസിൽ അദ്ദേഹം പഠിക്കുകയാണ്. പഠിക്കുന്ന സമയത്താണ് മഹാനായ മഹാത്മജി ഗാന്ധിജി അന്ന് നിസ്സഹകരണ പ്രസ്ഥാനവുമായി മുമ്പോട്ട് വരുന്നത്. ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന് തേരുതെളിച്ച മഹാത്മജി അന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞു, നിങ്ങൾ പഠിപ്പ് മുടക്കി സമരത്തിനിറങ്ങണം. പ്രിയപ്പെട്ടവരെ, മദിരാശിയിലെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ആദ്യമായി പഠിപ്പ് മുടക്കി സമരത്തിനിറങ്ങിയ വിദ്യാർത്ഥി നേതാവിന്റെ പേര് കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ എന്നാണ്. അദ്ദേഹം പഠിപ്പ് മുടക്കി സമരത്തിനിറങ്ങി. പഠിപ്പ് മുടക്കി സമരത്തിനിറങ്ങി എന്ന് മാത്രമല്ല, ഫൈനൽ ഇയർ പരീക്ഷ എഴുതാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഡിഗ്രി പഠനം പൂർത്തിയാക്കാനും കഴിഞ്ഞില്ല. അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വല്ലിപ്പയുടെ നിർബന്ധപ്രകാരം, കുടുംബത്തിലൊരു ആൺകുട്ടിയാണ്, ഇങ്ങനെ രാഷ്ട്രീയം കളിച്ച് മാത്രം നടന്നാൽ പോരാ. മദ്രാസിലെ തമ്പുരുച്ചെട്ടിത്തെരുവിലെ, ജോർജ് ടൗണിലെ തമ്പുരുച്ചെട്ടിത്തെരുവിലെ ഒരു വലിയ കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ പേര് ജമാൽ മുഹീദ്ദീൻ കമ്പനി എന്നാണ്. എൻ്റെ കുട്ടികൾ ആരെങ്കിലും പഠനം പൂർത്തിയാക്കുന്ന ഘട്ടങ്ങളിൽ നിങ്ങൾക്കൊരു ഗവേഷണം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ, ഒരു കമ്പനിയെ സംബന്ധിച്ച് ഗവേഷണം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമാണ് ജമാൽ മുഹീദ്ദീൻ കമ്പനി.
ജമാൽ മുഹിദ്ദീൻ സാഹിബ് എന്ന് പറയുന്ന മദിരാശിയിലെ പരിണിതപ്രജ്ഞനായ വർത്തക പ്രമുഖനും അതിലുപരി വലിയ മനസ്സുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു ജമാൽ മുഹിദ്ദീൻ സാഹിബ്. നമ്മളിവിടെ ഐഡിയ നെറ്റ്വർക്കൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ആദിത്യ ബിർള ഗ്രൂപ്പ് എന്നൊക്കെ കാണാം. അതിന്റെ സ്ഥാപകൻ JD ബിർള മഹാത്മാഗാന്ധിയോടൊപ്പം മദിരാശിയിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫണ്ട് പിരിവിന് വന്നപ്പോ അദ്ദേഹത്തിന് ബ്ലാങ്ക് ചെക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഗാന്ധിജിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഇതിൽ എത്ര തുകയും എഴുതിയെടുക്കാമെന്ന് പറഞ്ഞ ആളാണ് ജമാൽ മുഹിദ്ദീൻ സാഹിബ്. മൗലാന ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ജാമിയ മില്ലിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ അന്ന് പിരിവിന് വേണ്ടി വന്നപ്പോ അതിന് വലിയൊരു ഭീമമായ സംഖ്യ സംഭാവന കൊടുത്ത ആളാണ് ജമാൽ മുഹിദ്ദീൻ സാഹിബ്. ജർമ്മനിക്കാർ അദ്ദേഹത്തിന്റെ കണക്കെഴുത്തുകാരായി അന്ന് ജമാൽ മുഹിദ്ദീൻ കമ്പനിയിൽ ഉണ്ടായിരുന്നു. ഈ നമ്മുടെ ലെതറിന്റെ ഒക്കെ റോ മെറ്റീരിയൽ തുകൽ കൂറക്കിട്ടിട്ട് അത് കയറ്റി അയക്കുന്ന വലിയൊരു കമ്പനി, ആളുകൾക്ക് ഒരുപാട് സഹായം ചെയ്ത കമ്പനി, വലിയ പ്രഭാഷണ പരമ്പരകൾ മദിരാശിയിൽ സംഘടിപ്പിച്ച കമ്പനി, നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ ആളുകൾ നടത്തിയ സമ്മേളനങ്ങളിൽ അതിഥിയായി പങ്കെടുത്ത ജമാൽ മുഹിദ്ദീൻ സാഹിബാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തില് മഹാത്മജിയുടെ കൂടെ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രതിനിധിയായി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മഹാമനീഷിയാണ് ജമാൽ മുഹിദ്ദീൻ സാഹിബ്. ജമാൽ മുഹിദ്ദീൻ സാഹിബ് 1930കളിൽ മദ്രാസ് സെൻട്രൽ അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഒക്കെ അദ്ദേഹത്തിന് വളരെ പിന്തുണ നൽകി. അദ്ദേഹത്തിന്റെ അടുത്ത അനുയായിയാണ്. ഒരു പ്രത്യേകത കൂടിയുണ്ട്, ജമാൽ മുഹിദ്ദീൻ സാഹിബിന്റെ അനിയന്റെ മകളെയാണ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പിന്നീട് കല്യാണം കഴിച്ചത്. പിന്നീട് ഈ ജമാൽ മുഹിദ്ദീൻ കമ്പനിയിൽ പാർട്ട്ണറായി അദ്ദേഹം ജോലിക്ക് ചേരുകയും ചെയ്തു. ഇങ്ങനെ പ്രബലനായിരിക്കുന്ന ജമാൽ മുഹിദ്ദീൻ സാഹിബിന്റെ കൂടെ പ്രവർത്തിച്ചു തുടങ്ങുന്ന കാലം ജമാൽ മുഹിദ്ദീൻ സാഹിബിനൊരു അംഗീകാരം ലഭിക്കുകയാണ്, മത്സരിക്കാൻ ഒരു സ്ഥാനത്തിലേക്ക് ലഭിക്കുകയാണ്. അന്ന് അദ്ദേഹത്തെ മത്സരിപ്പിച്ചപ്പോ ഈ ഉയർന്ന ജാതി ബ്രാഹ്മണ ചിന്ത പുലർത്തുന്ന അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിലെ ചിലർ ജമാൽ മുഹിദ്ദീൻ സാഹിബിന്റെ എതിർ സ്ഥാനാർത്ഥിയായി ഒരാളെ കൊണ്ടുവന്നു. ലക്ഷ്മണാചാരി എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനായ ഒരു മനുഷ്യൻ. അപ്പൊ ജമാൽ മുഹിദ്ദീൻ സാഹിബിന് അത് വല്ലാത്ത സങ്കടമായി. ഒരു മുസൽമാനായ ഞാൻ മത്സരിക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് റിബലായ ഒരു ബ്രാഹ്മണനെ കൊണ്ടുവരിക എന്നത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ജമാൽ മുഹിദ്ദീൻ സാഹിബ് എന്ത് ചെയ്തു? ആ സ്ഥാനാർത്ഥിത്വം രാജിവെച്ചിട്ട് കോൺഗ്രസിലെ അംഗത്വം രാജിവെച്ച് അദ്ദേഹം മുസ്ലിം ലീഗിൽ ചേർന്നു. മുസ്ലിം ലീഗിൽ ചേർന്നപ്പോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തിൽ അദ്ദേഹം തേരാളിയായി ഇസ്മായിൽ സാഹിബിന്റെ കൂടെ ഓടി നടന്നു. 1946 ആകുമ്പോഴേക്ക് മദിരാശി സംസ്ഥാനം എന്നൊരു സംസ്ഥാനമുണ്ട്. കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുമ്പ് നമ്മുടെ പ്രദേശം മലബാർ മദിരാശി സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. തമിഴ്നാടും കർണാടകയും സീമാന്ധ്രയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഒരൊറ്റ സംസ്ഥാനം. ആ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവായി മാറിയ മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് ഇസ്മായിൽ. ഞാൻ ഇനി അല്പം കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ലീഗിന്റെ ഒരു രൂപീകരണ പശ്ചാത്തലമാണ്. അത് നിങ്ങൾ ബോധപൂർവം അത് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തണമെന്ന് എൻ്റെ ചെറിയ കുട്ടികളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇസ്മായിൽ സാഹിബ് കുറച്ച് ഡെപ്തുള്ള സബ്ജക്റ്റാണ്. ആ ഡെപ്തുള്ള സബ്ജക്റ്റ് പറയുമ്പോൾ നമുക്ക് CH മനസ്സിലാക്കുന്ന പോലെ, CD സാഹിബിനെ കേൾക്കുന്ന പോലെ ഇസ്മായിൽ സാഹിബിനെ കേൾക്കുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇത് ബോധ്യമായാൽ മുസ്ലിം ലീഗിന്റെ രൂപീകരണ പശ്ചാത്തലത്തെ സംബന്ധിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് ലഭ്യമാകുമെന്നത് കൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. 1946 മദിരാശി പ്രവിശ്യ നേതാവായി പിന്നീട് മദിരാശിയിലെ പ്രതിപക്ഷ നേതാവായി മാറിയ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് 1947 ഇന്ത്യ സ്വാതന്ത്ര്യമാവുകയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്ന സമയത്ത് 2 രാജ്യങ്ങളായി പിരിഞ്ഞിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യമായി പിരിഞ്ഞിരുന്നു. നമ്മുടെ നാട്ടിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോയി. ലീഗിന്റെ പ്രസിഡന്റ് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാനിലേക്ക് പോയി. ലീഗിന്റെ സെക്രട്ടറി നവാബ് സാദ ലിയാഖത്ത് അലി ഖാൻ പാകിസ്ഥാനിലേക്ക് പോയി. ലീഗിന്റെ നേതാവായിരുന്ന ഖലീഖുസ്സമാൻ ചൗധരി പാകിസ്ഥാനിലേക്ക് പോയി. നമ്മുടെ നാട്ടിൽ ലീഗ് കെട്ടിപ്പടുക്കാൻ ഓടി നടന്ന മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരുന്ന ആജി ഇസാഖ് അബ്ദുൽ സത്താർ സെട്ടു സാഹിബും പാകിസ്ഥാനിലേക്ക് പോയി. ഇങ്ങനെ പ്രബലരായവരെല്ലാവരും പാകിസ്ഥാനിലേക്ക് പോയപ്പോ ഇന്ത്യയിൽ അവശേഷിച്ച ലീഗിന്റെ നേതാക്കന്മാരുടെ ഒരു മീറ്റിംഗ് 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകുന്നത്. ആ ആഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ കഴിഞ്ഞ് 1947 ഒക്ടോബർ മാസം 10-ാം തീയതിയും 11-ാം തീയതിയും കൽക്കത്തയിൽ ഒരാൾ മീറ്റിംഗ് വിളിച്ചു ചേർത്തു. ആ മീറ്റിംഗ് വിളിച്ചു ചേർത്ത ആളുടെ പേര് ഹസൻ ഷഹീദ് സുഹ്രവർദി എന്നാണ്. അദ്ദേഹം
പഴയ ബംഗാളിന്റെ പ്രധാനമന്ത്രിയാണ്. ഇന്ന് മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രി എന്ന് പറയും. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം അന്ന്. ബംഗാളിന്റെ പ്രധാനമന്ത്രിയായ ഹസൻ ഷഹീദ് സുഹ്രവർദി വിളിച്ച മീറ്റിംഗിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പങ്കെടുത്ത രണ്ടു മനുഷ്യർ, ഒന്ന് കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും ഒന്ന് മഹാനായ KM സീതി സാഹിബുമായിരുന്നു. ആ മീറ്റിംഗിൽ ഒരു ചർച്ച നടക്കുന്നത് മുസ്ലിം ലീഗിന് ഇന്ത്യയിൽ ആവശ്യമുണ്ടോ എന്നതിനെ സംബന്ധിച്ചാണ്. ഇന്ത്യ സ്വതന്ത്രമായി, പാകിസ്ഥാനും ഇന്ത്യയും രണ്ടായി മാറി. ഇനി മുസ്ലിം ലീഗ് എന്നൊരു പ്രസ്ഥാനം ഇന്ത്യയിൽ ആവശ്യമുണ്ടോ എന്നാണ്. അഭിവന്ദനായ കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും അഭിവന്ദനായ സീതി സാഹിബും ആ യോഗത്തിൽ വെച്ച് പറഞ്ഞത്, ഇന്ത്യയിൽ ലീഗ് വേണോ വേണ്ടയോ എന്ന് നമുക്ക് ഈ യോഗത്തിന് തീരുമാനിക്കാൻ കഴിയില്ല. അത്തരത്തിലൊരു ചർച്ചയിലേക്ക് പോകേണ്ട. ഇത് സമുദായത്തോട് അന്വേഷിക്കാതെ, അഭിപ്രായം ചോദിക്കാതെ അത്തരമൊരു ഡിസിഷനിലേക്ക് നമുക്ക് പോവാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനൊരു വിശദമായ യോഗം വിളിക്കണം. ലീഗിന്റെ പ്രസിഡന്റിനോട് യോഗം വിളിക്കാൻ പറയണം എന്നാണ്. 1947 ഒക്ടോബർ മാസം 10-ാം തീയതിയും 11-ാം തീയതിയുമാണ് ഈ യോഗം നടന്നത്. നിങ്ങൾ എല്ലാവരും എഴുതുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഴുതുകയാണെങ്കിൽ നല്ലതാണ്. ഇത് നിങ്ങൾ പിന്നീട് റെഫർ ചെയ്യണം. മുതിർന്ന കുട്ടികളായിട്ടും പഠിക്കണം എന്നൊരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. 1947 ആഗസ്റ്റിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. 1947 ഒക്ടോബർ മാസം 10-ാം തീയതിയും 11-ാം തീയതിയും ഇന്ത്യയിൽ അവശേഷിക്കുന്ന ലീഗുകാരൊക്കെ ഒരു മീറ്റിംഗ് വിളിക്കുന്നു. ആ യോഗത്തിന്റെ തീരുമാനപ്രകാരം 1947 നവംബർ മാസം 11-ാം തീയതിയും 12-ാം തീയതിയും പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് ഇവിടെ പണ്ടുണ്ടായിരുന്ന ഓൾ ഇന്ത്യ ലീഗിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചേർക്കുകയാണ്. ആ മീറ്റിംഗിലേക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ അനുമതി വാങ്ങിച്ച് കുറച്ച് ആളുകൾ പങ്കെടുക്കാൻ പോയി. ആ പങ്കെടുക്കാൻ പോയത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ നേതൃത്വത്തിലാണ്. ആ മീറ്റിംഗിൽ വെച്ച് ഇന്ത്യയിൽ ലീഗ് വേണോ വേണ്ടയോ എന്നതാണ് ചർച്ച. ഇന്ത്യയിൽ ലീഗ് വേണോ വേണ്ടയോ എന്ന ചർച്ചയിൽ അവസാനം എത്തിച്ചേർന്നത് ഇന്ത്യയിൽ ലീഗ് വേണോ വേണ്ടേ എന്ന് ഇന്ത്യക്കാർ തീരുമാനിക്കട്ടെ എന്നാണ്. ഇന്ത്യയിൽ ലീഗ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ ലീഗിന്റെ കൺവീനറായി മദിരാശിയിൽ നിന്നുള്ള കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ചുമതലയേറ്റു. അദ്ദേഹം ആ ചർച്ചയിൽ വെച്ച് ലീഗിന്റെ ചുമതലയേറ്റു. അന്ന് 2 സംഭവങ്ങൾ ഉണ്ടായി. അതെന്റെ കുട്ടികൾ ഓർത്തു വെക്കണം. എന്താണ് ഇവിടുത്തെ ലീഗിന്റെ ഐഡിയോളജി എന്ന് ചോദിക്കുന്നിടത്ത് ആ ഐഡിയോളജിയുടെ ആരംഭം കുറിക്കുന്നത് അവിടെ നിന്നാണ്. 2 കാര്യങ്ങളാണ്. ഇന്ത്യയിലെ ഭൂരിപക്ഷമായ പാകിസ്ഥാനും ഇന്ത്യയും രണ്ടായി പിരിയുമ്പോൾ ഇസ്മായിൽ സാഹിബ് അവിടെ പറഞ്ഞത്, നമ്മൾ ഇനി 2 അതിർത്തികളായി മാറുകയാണ്. ഒരുമിച്ചുറങ്ങിയവർ, ഒരുമിച്ചുണ്ടവർ ഇനി രണ്ടായി 2 രാജ്യങ്ങളുടെ പൗരന്മാരായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ത്യയിൽ ലീഗിന്റെ കൺവീനറായി യോഗം വിളിച്ചുകൂട്ടാൻ നിർദ്ദേശിക്കപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ദയവ് ചെയ്ത് പാകിസ്ഥാന്റെ ആളുകൾ അതിലേക്ക് ഇടപെടരുത് എന്ന അഭിപ്രായം പറഞ്ഞ ആളാണ്. പഴയ ലീഗിന്റെ ഫണ്ടിൽ അന്ന് 40 ലക്ഷം റുപ്യ ബാക്കിയുണ്ട്. നിങ്ങൾ തൃശ്ശൂർ ജില്ല മൊത്തം അന്ന് ഈ 40 ലക്ഷം റുപ്യക്ക് മേടിക്കാം. 1947 40 ലക്ഷം റുപ്യാണ് ഞാൻ പറയണത്. ആ 40 ലക്ഷം രൂപ ബാക്കിയുള്ളത് പകുതി പാകിസ്ഥാനിനും പകുതി ഇന്ത്യയിലെ ലീഗിനും എടുക്കാം എന്നതാണ് തീരുമാനം. ഹബീബ് ബാങ്ക് എന്ന ഇന്നും നിലവിലുള്ള ഒരു ബാങ്കിൽ ആ ഫണ്ട് നിക്ഷേപമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനിച്ചു വെച്ച ഘട്ടത്തിൽ ലീഗിന്റെ കൺവീനറായി തെരഞ്ഞെടുത്ത ഇസ്മായിൽ സാഹിബ് യോഗത്തിൽ പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ട MSFകാരെ നിങ്ങൾ ഓർത്തു വെക്കണം. അദ്ദേഹം പറഞ്ഞത്, ലീഗിന്, ഇന്ത്യയുടെ ലീഗിന് പഴയ ലീഗിൽ നിന്നുള്ള ഫണ്ടിൽ നിന്ന് 17 ലക്ഷം രൂപ ലഭിക്കുമെന്നാണ് ഈ യോഗത്തിൽ ചർച്ചയിലൂടെ ബോധ്യമായത്. ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു പൈസ പോലും വേണ്ട. എൻ്റെ പിന്മുറക്കാരിൽ ആരെങ്കിലും ഒരാൾ, നിങ്ങളൊക്കെ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചുണ്ടാക്കിയ പാർട്ടിയല്ലടോ എന്ന് പഴി കേൾക്കേണ്ടി വരുമെന്നാണ്. അതുകൊണ്ട് ആ പൈസ വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം മദിരാശിയിലേക്ക് മടങ്ങിയെത്തി. മദിരാശിയിൽ അദ്ദേഹം ഒരാഴ്ച പാകിസ്ഥാനിൽ തങ്ങി മദിരാശിയിൽ മടങ്ങിയെത്തി. മദിരാശിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു കത്ത് വന്നിട്ടുണ്ട്. അത് ഇന്ത്യയുടെ ഗവർണർ ജനറലായ മൗണ്ട് ബാറ്റനാണ് വിളിപ്പിച്ചിട്ടുള്ളത്. മൗണ്ട് ബാറ്റൻ വിളിപ്പിച്ചിട്ട് മദിരാശിയിലെ പ്രഗത്ഭമായ ഗിണ്ടി എന്ന് പറയുന്ന സ്ഥലത്തെ ഗവർണർ വസതിയിൽ വെച്ചാണ് ചർച്ച നടന്നത്. ആ ചർച്ചയിൽ വെച്ച് ഗവർണർ ജനറൽ ഇസ്മായിൽ സാഹിബിനോട് പറഞ്ഞു, ഇസ്മായിലെ, നിങ്ങൾ ലീഗിന്റെ കൺവീനറായി തെരഞ്ഞെടുത്തൊക്കെ ഞാൻ പത്രത്തിൽ വായിച്ചു. നിങ്ങൾ ലീഗ് ഉണ്ടാക്കരുത് ഇന്ത്യയിൽ. ഇവിടെ അങ്ങനെ ഒരു പാർട്ടി ആവശ്യമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ അഭ്യർത്ഥന മാനിച്ചെങ്കിലും ആ ഉദ്യമത്തിന് നിങ്ങൾ മുതിരരുത് എന്ന് പറഞ്ഞു. അഭിനന്ദനായ ഇസ്മായിൽ സാഹിബ് അതിന് മറുപടി പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, ആ ഉദ്യമത്തിന് ഞാൻ മുതിരുന്നില്ല. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്.
ഇവിടെ ലീഗ് വേണോ വേണ്ടേ എന്ന് ഞങ്ങളൊന്ന് യോഗം വിളിക്കട്ടെ, യോഗം വിളിച്ചിട്ട് ഞങ്ങൾ തീരുമാനിക്കട്ടെ. യോഗം വിളിച്ച് ഞങ്ങൾ തീരുമാനിച്ചതിന് ശേഷം എന്നിട്ട് ഞങ്ങൾക്ക് അഭിപ്രായം പറയാം. എൻ്റെ സമുദായത്തോട് ആലോചിക്കാതെ എനിക്കൊരിക്കലും ഇതിനൊരു തീരുമാനം പറയാൻ കഴിയില്ല എന്ന് അഭിപ്രായം പറഞ്ഞ ആളാണ് അഭിവന്ദനായ ഇസ്മായിൽ സാഹിബ്. അവസാനം അദ്ദേഹം പറഞ്ഞത്, പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അഭിവന്ദനായ നമ്മുടെ MSFന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് നവാസ് സാഹിബ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തുടരാം അല്ലേ. അഭിവന്ദനായ ഇസ്മായിൽ സാഹിബ് പിന്നീട് ചെയ്തൊരു കാര്യം ഗവർണർ ജനറൽ പറയാണ്, നിങ്ങൾ നെഹ്റുവുമായി ഒന്ന് കാണണമെന്ന്. നെഹ്റു മദ്രാസിൽ വലിയൊരു മൈതാനമുണ്ട്, ദീപു മൈതാനം. ആ ദീപു മൈതാനിയിൽ വന്ന് നെഹ്റു പ്രസംഗിച്ചു, മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ഞാൻ അനുവദിക്കില്ല, മുസ്ലിം ലീഗ് ചത്ത കുതിരയാണ് എന്ന അഭിപ്രായം പറഞ്ഞു. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആരാണ്? സർദാർ വല്ലഭായി പട്ടേലാണ്. സർദാർ വല്ലഭായി പട്ടേൽ ഉരുക്കുമനുഷ്യനാണ്. ഉരുക്കുമനുഷ്യനായ സർദാർ വല്ലഭായി പട്ടേൽ ഉറക്കെ പ്രഖ്യാപിച്ചു, മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ ഞാൻ ഇവിടെ ഉയർത്തെഴുന്നേൽക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രസംഗിച്ചു. മദ്രാസ് സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി സുബ്ബരായൻ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം ആളുകളോട് ഉറക്കെ പ്രഖ്യാപിച്ചു, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം എന്റെ കൊക്കിൽ ജീവനുള്ളോടത്തോളം കാലം മുസ്ലിം ലീഗിനെ ഞാൻ എതിർത്തുകൊണ്ടേയിരിക്കുമെന്ന് സുബ്ബരായനും പ്രഖ്യാപിച്ചു. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അഭിവന്ദനായ ഇസ്മായിൽ സാഹിബ് നെഹ്റുവുമായി സന്ധിക്കുന്നത്. നെഹ്റു ഇസ്മായിൽ സാഹിബിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഇസ്മായിൽ, നിങ്ങൾ ഇന്ത്യയിൽ ലീഗ് ഉണ്ടാക്കരുത് എന്നൊരു അഭ്യർത്ഥനയാണ്. ഈ അഭ്യർത്ഥന നിങ്ങൾ മാനിക്കണം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാർ വേണോ? തരാം. നിങ്ങൾക്ക് ഗവർണർ ജനറൽമാർ വേണോ? തരാം. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കോൺസുലർ ജനറൽമാർ വേണോ? തരാം. പക്ഷേ ഇന്ത്യയിൽ ലീഗ് ഉണ്ടാക്കരുത് എന്നാണ്. ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നും ഒരു ആവശ്യമില്ല, ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. എന്താ വെച്ചാൽ, നെഹ്റു, നിങ്ങളും മരിക്കും ഞാനും മരിക്കും, നിങ്ങളും മരിക്കും ഞാനും മരിക്കും. എല്ലാവരും മരണശേഷമാണ് പുതിയൊരു തലമുറ ഇങ്ങോട്ട് വരിക. ആ പുതിയ തലമുറ വരുന്ന കാലത്ത് ഞങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയാനെങ്കിലും ഞങ്ങൾക്കൊരു പാർട്ടി വേണം എന്ന് പറഞ്ഞ ആളാണ് ഇസ്മായിൽ സാഹിബ്. അന്ന് ആ യോഗശേഷം നെഹ്റു ഇസ്മായിൽ സാഹിബിനോട് പറഞ്ഞു അത്രേ, നിങ്ങൾ ലീഗിന്റെ യോഗം വിളിക്കൂലേ, യോഗം വിളിക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ പറഞ്ഞോളി, എന്ത് ലീഗ് വേണ്ടാന്നൊരു അഭിപ്രായം നിങ്ങൾ തന്നെ പറഞ്ഞോളി എന്ന്. നെഹ്റു ചിരിച്ചാൽ ഇന്ത്യ ചിരിച്ചു, നെഹ്റു കരഞ്ഞാൽ ഇന്ത്യ കരഞ്ഞു എന്ന് പറയുന്ന കാലം. ഇന്ത്യ അടക്കി ഭരിക്കുന്ന, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനാധിപത്യവാദിയോട്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സോഷ്യലിസ്റ്റിനോട് ഇസ്മായിൽ സാഹിബ് ഒരു ചോദ്യം ചോദിച്ചു, നെഹ്റു, എന്നും അങ്ങയെ പോലത്തെ ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഉണ്ടാകുമെന്നൊരു ഉറപ്പ് തന്നാൽ ഞാൻ ലീഗ് വേണ്ട എന്ന അഭിപ്രായത്തോടൊപ്പം നിന്നോളാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോഴാണ് നമ്മളിത് സംസാരിക്കുന്നത്. 1948 മദ്രാസിലെ രാജാജി ഹാളിൽ വെച്ച് മുസ്ലിം ലീഗിന്റെ യോഗം വിളിച്ചു. രാജാജി എന്ന ഹാൾ അന്നില്ല. ഇന്നിവിടെ യോഗം നടക്കുമ്പോൾ എല്ലാവരോടും യോഗസ്ഥലം പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുള്ളത്. ഈ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി എന്നാണ്. 1948 മാർച്ച് മാസം 10-ാം തീയതി മുസ്ലിം ലീഗിന്റെ യോഗം മദ്രാസിലേക്ക് വിളിപ്പിച്ചു. 157 ആളുകൾക്കാണ് കത്ത് കൊടുത്തത്. 157 ആളുകൾക്ക് കത്ത് കൊടുത്തിട്ട് 19 ആളുകളാണ് വന്നത്. ലീഗിന്റെ യോഗം വിളിക്കാൻ ആരും ഓഡിറ്റോറിയം കൊടുത്തില്ല. പ്രധാനമന്ത്രിക്ക് ഇഷ്ടമില്ലാത്ത പാർട്ടി, ആഭ്യന്തരമന്ത്രിമാർക്ക്, മദ്രാസിലെയും മദിരാശിയിലെയും ഇന്ത്യയുടെയും ആഭ്യന്തരമന്ത്രിമാർക്ക് ഇഷ്ടമില്ലാത്ത പാർട്ടി, ഇവർക്ക് യോഗം വിളിക്കാൻ എങ്ങനെ ഓഡിറ്റോറിയം കൊടുക്കുക? ഓഡിറ്റോറിയം കൊടുക്കാൻ കഴിയില്ലല്ലോ. അവസാനം 24ഓളം MLA-മാരുള്ള ഒരു പാർട്ടിക്ക് യോഗം വിളിക്കാൻ സ്ഥലം കിട്ടാൻ അന്ന് സ്പീക്കറുടെ ചേംബറിൽ പോയി ആവശ്യപ്പെട്ടത് പ്രകാരം അന്ന് MLA-മാർ താമസിക്കുന്ന ഹോസ്റ്റലിനോട് ചേർന്ന് ഒരു അതിഥി മന്ദിരമുണ്ട്, സർക്കാർ അതിഥി മന്ദിരം. ആ അതിഥി മന്ദിരം ബാങ്ക്വറ്റ് ഹാളിൽ വെച്ച് യോഗം വിളിച്ചു. ഇന്ത്യയിൽ അവശേഷിച്ച ലീഗിന്റെ നേതാക്കന്മാരാണ് യോഗത്തിൽ വന്നത്. ഗുജറാത്തിൽ നിന്ന് വന്ന ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പാർട്ടിയുടെ ആവശ്യമില്ല, ഞങ്ങൾ കച്ചവടക്കാരാണ്, ഞങ്ങൾ അങ്ങനെ ജീവിച്ചോളാം. ബോംബെയിൽ നിന്ന് ആളുകളും പോയി, വന്ന് എതിർപ്പറിയിച്ചു പോയി. 57 ആളുകളാണ് യോഗത്തിൽ സംബന്ധിച്ചത്. നമ്മളിപ്പോ ലീഗിന്റെ MSFന്റെ യോഗത്തിലാണല്ലോ ചേർന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, 1948 മാർച്ച് മാസം 10-ാം തീയതി
മദ്രാസിയിലെ MLA ഹോസ്റ്റലിനോട് ചേർന്ന സർക്കാർ അതിഥി മന്ദിരത്തിൽ അന്ന് രാവിലെ 9 മണിക്ക് ഗാന്ധിജിയുടെ ചരമത്തിൽ ദുഃഖമറിയിച്ച് പ്രാർത്ഥനയോട് ആരംഭിച്ച് രാത്രി 11 മണിക്ക് അവസാനിച്ച ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിൽ യോഗം ആരംഭിച്ച് ലീഗ് വേണോ വേണ്ടയോ എന്ന ചർച്ച തുടരുകയാണ്. ഒന്നാമത്തെ ആളോട് പറഞ്ഞ അഭിപ്രായം പറയാൻ ആദ്യത്തെ ആൾ പറഞ്ഞത് ലീഗ് വേണ്ട, ലീഗ് കോൺഗ്രസിൽ ലയിക്കണമെന്നാണ്. രണ്ടാമത്തെ ആളും പറഞ്ഞത് ലീഗ് വേണ്ട, ലീഗ് കോൺഗ്രസിൽ ലയിക്കണമെന്നാണ്. മൂന്നാമത്തെ ആൾ പറഞ്ഞത് ലീഗ് വേണ്ട, ലീഗ് കോൺഗ്രസിൽ ലയിക്കണമെന്നാണ്. നാലാമത്തെ ആൾ പറഞ്ഞത് ലീഗ് വേണ്ട, ലീഗ് വിദ്യാഭ്യാസ സംഘടനയാക്കണമെന്നാണ്. അങ്ങനെ അഭിപ്രായങ്ങൾ കേട്ടു വന്നപ്പോ കുറ്റിപ്പുറത്തെ MLA മൊയ്തീൻ കുട്ടി സാഹിബ് എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം അവതരിപ്പിക്കാനുണ്ട്, ഒരു പ്രമേയം. ആ പ്രമേയം ഇതാണ്: ലീഗ് വേണം, ലീഗ് ജനാധിപത്യത്തിൽ ഇടപെടണം, ലീഗ് ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയാവണം, ലീഗിനൊരു കൊടി വേണം, ലീഗിനൊരു നയം വേണം, ലീഗിനൊരു ഭരണഘടന വേണം എന്നൊരു പ്രഖ്യാപനം, ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഇസ്മായിൽ സാഹിബ് ചോദിച്ച അഭിപ്രായമുള്ളവർക്ക് വോട്ട് ചെയ്യാം. ആ വോട്ട് ചെയ്തപ്പോൾ 37 പേർ ലീഗ് വേണം എന്ന അഭിപ്രായത്തിന്റെ കൂടെ നിന്നു. അങ്ങനെ 1948 മാർച്ച് മാസം 10-ാം തീയതി ഉണ്ടാക്കിയ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് IUML, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇന്ത്യയോടൊപ്പം ചേർന്ന് പോകുന്ന, ഇന്ത്യൻ യൂണിയനോട് ചേർന്ന് പോകുന്ന മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഒരു ഐഡിയോളജിയും ഒരു ഭരണഘടനയും ഒക്കെ നമ്മുടെ നേതൃത്വം രൂപകൽപ്പന ചെയ്തു. നിങ്ങൾക്ക് ആരോടും ചലഞ്ച് ചെയ്യാം രൂപീകരിച്ച അതേ പേരിൽ. നിങ്ങൾ കോൺഗ്രസിന്റെ കൊടിയിലേക്ക് നോക്കൂ, കോൺഗ്രസിന്റെ ബോർഡിലേക്ക് നോക്കൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രാക്കറ്റിൽ ഒരു I ഉണ്ടാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബോർഡിലേക്ക് നോക്കൂ, CPI ബ്രാക്കറ്റിൽ M ഉണ്ടാകും. ഇങ്ങനെ ഭിന്നിച്ചു പോയി പല പാർട്ടികളും ഭിന്നിച്ചു പോയി. ഇന്ത്യയിൽ രൂപീകരിച്ച അതേ പേരിൽ, അതേ കൊടിയിൽ, അതേ നയത്തിൽ നിലനിൽക്കുന്ന അപൂർവം രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഈ മൊയ്തീൻ കുട്ടി സാഹിബ് ഉണ്ട്, ലീഗ് ഉണ്ടാക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ച മൊയ്തീൻ കുട്ടി സാഹിബ്. അദ്ദേഹം നമ്മുടെ ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസിന്റെ വല്യുപ്പയാണ്, മുഹമ്മദ് റിയാസിന്റെ വല്യുപ്പ. മൊയ്തീൻ കുട്ടി സാഹിബിന് മക്കളില്ല, പക്ഷെ മൊയ്തീൻ കുട്ടി സാഹിബിന്റെ അനിയന്റെ പേരക്കുട്ടിയാണ് ഇന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. മൊയ്തീൻ കുട്ടി സാഹിബ് നാട്ടിൽ വന്നു. മൊയ്തീൻ കുട്ടി സാഹിബ് പിന്നീട് കുറ്റിപ്പുറത്തൊരു സമ്മേളനം നടത്തിയിട്ട് ലീഗ് ഉണ്ടാക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ചാൽ മൊയ്തീൻ കുട്ടി സാഹിബ് ഒരു പ്രമേയം അവതരിപ്പിച്ച് ലീഗ് പിരിച്ചുവിടൽ സമ്മേളനം. മൂപ്പര് ലീഗിൽ നിന്ന് പോയി, കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിപ്പോയി. ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായി അന്ന് യോഗത്തിൽ തെരഞ്ഞെടുത്തത് ഹബീബ് റഹ്മാൻ ബേഗ. അദ്ദേഹവും കുറച്ച് MP-മാരും ലീഗിൽ നിന്ന് രാജിവെച്ചു പോയി. ഉണ്ടാക്കിയ കമ്മിറ്റിയിൽ എല്ലാവരും പോവാണ്. എല്ലാവരും പോയപ്പോഴും ഒരു മനുഷ്യൻ മാത്രം, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മാത്രം ആളുകളോട് പറഞ്ഞു, ആരു പോയാലും, ഞാൻ ഒറ്റക്ക് അവശേഷിച്ചാലും ഈ പാർട്ടിയുടെ പതാക ഞാൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പ്രഖ്യാപിച്ച മഹാമനീഷിയാണ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ഇപ്പൊ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സാധനമാണ്, നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന മനുഷ്യനെ പറ്റി നിങ്ങൾ കൂടുതൽ പഠിക്കണം, അദ്ദേഹത്തെ പറ്റി വായിക്കണം. അദ്ദേഹം 1948 ശേഷം ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിൽ അംഗമായ മനുഷ്യനാണ്. 1952 ഇന്ത്യയിലെ രാജ്യസഭയിൽ അംഗമായ മനുഷ്യനാണ്. 1956 ശേഷം അദ്ദേഹം പാർലമെന്റിലേക്ക് പറഞ്ഞയക്കാൻ മുസ്ലിം ലീഗ് പാർട്ടി തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നില്ല, കാരണം ഈ പാർട്ടി ഉണ്ടാക്കാൻ നേതൃത്വം നൽകിയത് ഞാനാണ്. ഞാൻ തന്നെ മത്സരിച്ചാൽ എനിക്ക് മത്സരിക്കാൻ ഞാൻ ഉണ്ടാക്കിയ പാർട്ടിയാണെന്ന് പറയൂലേ എന്നാണ്. അങ്ങനത്തെ ഒരു ഘട്ടമുണ്ടായി. ആ ഘട്ടത്തിലാണ് അഭിനന്ദനായ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എറണാകുളത്തെ ലീഗിന്റെ ഒരു യോഗത്തിൽ വെച്ചത് പറഞ്ഞു. അപ്പൊ എല്ലാവരും നിർബന്ധിച്ചു, നിങ്ങൾ മത്സരിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കൂല എന്ന് പറഞ്ഞു. അന്ന് NB അബ്ദുസലാം മൗലവി പറഞ്ഞു, ഞാൻ ഇപ്പൊ തീരുമാനം എടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഒരു നിസ്കാരമുണ്ട്, 2 റക്അത്ത് ഇസ്തിഹാറത്തിന്റെ നിസ്കാരം. അത് നിസ്കരിച്ചപ്പോൾ പടച്ച റബ്ബിനെ തോന്നിപ്പിക്കണത് അങ്ങ് മത്സരിക്കണമെന്നാണ്, എതിർക്കരുത് എന്നാണ്. അങ്ങനെയാണ് ഇസ്മായിൽ സാഹിബ് മത്സരിക്കാൻ തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. ഒരു കാര്യമുണ്ട്, ഞാൻ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി നിൽക്കാം, പക്ഷെ ഞാൻ വോട്ട് ചോദിക്കാൻ വരൂല. അന്ന് നമ്മുടെ നേതാക്കന്മാർ സമ്മതിച്ചു, ഓക്കെ നിങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ കമ്പി അടിക്കും, അപ്പൊ വന്നാൽ മതി എന്ന്. 1956 ശേഷം നടന്ന ആ തെരഞ്ഞെടുപ്പിൽ മഞ്ചേരിയിലാണ് അദ്ദേഹം മത്സരിച്ചത്. ആ മത്സരത്തിൽ അന്ന് ഇസ്മായിൽ സാഹിബ് തോൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇസ്മായിൽ സാഹിബ് 10,000 വോട്ടിന് തോൽക്കുന്നു പ്രചരിച്ചു. അന്ന് മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശം മുഴുവൻ
അന്ന് മഞ്ചേരി മണ്ഡലത്തിന്റെ ഭാഗമാണ്. അന്ന് വോട്ടെടുപ്പിന്റെ ദിവസം ഒരു ഉരുൾപൊട്ടലും മണ്ണൊലിപ്പും പുഴ കരഞ്ഞു ഒഴിഞ്ഞൊഴുകലും മഴയൊക്കെ ഉണ്ടായി. മണ്ണാർക്കാട് മലമേഖലകളിൽ നിന്ന് ആളുകൾക്ക് വോട്ട് ചെയ്യാൻ വരാൻ കഴിഞ്ഞില്ല, കുറച്ച് വോട്ട് രേഖപ്പെടുത്തിയില്ല എന്ന്. അന്ന് ചുരുക്കം വോട്ടുകൾക്ക് ഇസ്മായിൽ സാഹിബ് ജയിച്ച് ഇന്ത്യയുടെ പാർലമെന്റിലെത്തി. മണ്ഡലത്തിൽ വോട്ട് ചോദിക്കാതെ ഇന്ത്യയിൽ 2 മനുഷ്യന്മാരെ ജയിച്ചിട്ടുള്ളൂ. ഒന്ന് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും ഒന്ന് പശും പൊൻ മുത്തുരാമലിംഗ തേവർ എന്ന് പറയുന്ന മനുഷ്യനാണ്. മണ്ഡലത്തിൽ വോട്ട് ചോദിക്കാൻ വരാതെ തെരഞ്ഞെടുപ്പിൽ ഈ പശും പൊൻ മുത്തുരാമലിംഗ തേവർ മത്സരിച്ച തമിഴ്നാട്ടിലെ മണ്ഡലമുണ്ട്. ആ തമിഴ്നാട്ടിലെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബ വീടൊക്കെ അവിടെ തന്നെയാണ്. അയാളുടെ വീടും സൗകര്യങ്ങളും അയാളുടെ കുടുംബക്കാരും അമ്മായിയുടെ വീടും ഒക്കെ അവിടെ തന്നെ. പക്ഷെ ഇസ്മായിൽ സാഹിബ് തിരുനെൽവേലി ജനിച്ച അദ്ദേഹത്തിന് മഞ്ചേരിയിൽ ബന്ധുക്കൾ പോലും ഇല്ല, അവിടെ വന്നാണ് മത്സരിച്ചത്. 20 വർഷത്തോളം നിയമസഭകളിലും പാർലമെന്റിലുമായി നമ്മുടെ ശബ്ദമായി മാറിയ മഹാമനീഷിയാണ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. നമ്മളെപ്പോഴും കരുതാറുണ്ട് അദ്ദേഹത്തെ പറ്റി, എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം സ്റ്റാൻലി ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കിടക്കുക. എന്തിനാണ് നിങ്ങൾ MSF ക്യാമ്പിൽ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് ചോദിച്ചാൽ നിങ്ങളൊരു ഉത്തരം പറയണം. ആ ഉത്തരം ഇതാണ്: സ്റ്റാൻലി ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കിടക്കുമ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന കരുണാനിധി അദ്ദേഹത്തെ കാണാൻ വന്നപ്പോ ഇസ്മായിൽ സാഹിബിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോ ഇസ്മായിൽ സാഹിബിനോട് ആരോ ചെവിയിൽ പറഞ്ഞു മുഖ്യമന്ത്രി വന്നിട്ടുണ്ട് എന്ന്. സ്റ്റാൻലി ഹോസ്പിറ്റലിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇസ്മായിൽ സാഹിബിനോട് ആരോ പറഞ്ഞപ്പോൾ അർദ്ധബോധാവസ്ഥയിൽ, കലിമ ചൊല്ലിയാണ് അദ്ദേഹം മരിച്ചത്. അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന ഇസ്മായിൽ സാഹിബ് മെല്ലെ കണ്ണു തുറന്നപ്പോ തമിഴ്നാട് മുഖ്യമന്ത്രിയൊക്കെ ആയി മാറിയ കലൈഞ്ചർ കരുണാനിധിയാണ് അദ്ദേഹത്തിന് മുമ്പിൽ നിൽക്കുന്നത്. അദ്ദേഹം കരുണാനിധിയുടെ കൈയൊന്നിങ്ങനെ അമർത്തി പിടിച്ചു. അപ്പൊ കരുണാനിധി ഇന്ന് ചെവി കൂർപ്പിച്ചു, എന്തോ എന്നോട് പറയാനിരിക്കുകയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു നേതാവുണ്ടായിരുന്നു ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ. അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രിയായ കരുണാനിധിയോട് ലോകത്തവസാനമായി പറഞ്ഞത് ഇതാണ്: പ്രിയപ്പെട്ട കലൈഞ്ചർ കരുണാനിധി, മുസ്ലിം ഉമ്മത്തിന് അങ്ങ് ചെയ്തു തന്ന സേവനങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എന്നാണ് ഇസ്മായിൽ സാഹിബ്. അഥവാ ഹോസ്പിറ്റലിൽ പ്രാണവേദനയോടെ കിടക്കുന്ന മനുഷ്യനാണ് തൻ്റെ സമുദായത്തിന് ചെയ്തു തന്ന സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞത്. ന്യൂ കോളേജിൽ നിന്ന് വല്ലാജാൻ മസ്ജിദിലേക്ക് അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തമിഴ് സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നടൻ MGR ആണ്. MGR വന്നിട്ട് എൻ്റെ തല ഇവരുടെ മയ്യത്ത് കെട്ടിൽ ഞാൻ പിടിക്കുന്നു. ബാഫയ്ക്ക് തങ്ങൾ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഫോട്ടോ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യൂ. 2 മനുഷ്യന്മാർ നിസ്കരിക്കാതെ അവിടെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നുണ്ട്. ഒന്ന് ഈ കലൈഞ്ചർ കരുണാനിധിയും ഇപ്പുറത്തെ MGRമാണത്. ഇസ്മായിൽ സാഹിബിന്റെ മയ്യത്ത് കൊണ്ടുപോകാൻ എടുക്കുന്നതിന്റെ ഒരു കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന് വല്ലാജാൻ മസ്ജിദിലേക്ക് പോകുന്ന വഴി മുഴുവൻ നനച്ചു അത്രേ. എന്തിനാണ്? കരുണാനിധി എന്ന തമിഴ്നാട്ടിലെ ഏറ്റവും പ്രബലനായ നേതാവ്, ഇന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പിതാവ്, ഇസ്മായിൽ സാഹിബിനോടുള്ള ബഹുമാനം കൊണ്ട് മയ്യത്തിന്റെ കൂടെ നടന്നു പോകുമ്പോ കാലിൽ ചെരുപ്പ് ധരിക്കില്ല, അദ്ദേഹത്തിന്റെ കാല് കൊള്ളാതിരിക്കാൻ റോഡ് നനച്ചു എന്നാണ്. ആർക്കാട്ടിക്ക് നവാബുമാരെ മാത്രം അടക്കം ചെയ്ത ഖബർസ്ഥാനിലാണ് ഇസ്മായിൽ സാഹിബിന്റെ മയ്യത്ത് അടക്കം ചെയ്തിട്ടുള്ളത്. അദ്ദേഹമാണ് സർവവും ഈ സമുദായത്തിന് ഈ പാർട്ടി ഉണ്ടാക്കി തന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഇസ്മായിൽ സാഹിബിനെ പറ്റി ആലോചിക്കണം. നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ മുമ്പിലൂടെ ഒരു പോലീസ് വണ്ടി കടന്നു പോകുമ്പോൾ ഉത്തരേന്ത്യയിൽ പോലീസിനെ പേടിച്ച് നടക്കുന്ന സമുദായത്തെ ഓർത്ത് നമുക്ക് അഭിമാനകരമായ ഒരു അസ്തിത്വം പകർന്നു നൽകിയ ഇസ്മായിൽ സാഹിബ്. നിങ്ങൾ ഒരു ജാഥയിൽ മുസ്ലിം ലീഗിന്റെ കൊടി നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടക്കുമ്പോ ആലോചിക്കേണ്ടത് ഈ പതാക, ഈ ഹരിത പതാക, എന്റെ നാട്ടിൽ കൂടി പാറുന്ന ഈ ഹരിത പതാക, അത് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ എന്ന മഹാനായ സൂഫി വര്യൻ പിടിച്ച പതാകയാണെന്ന ഓർമ്മയോടുകൂടി, ആ ഭവ്യതയോട് കൂടിയാകണം ഈ പതാക നെഞ്ചേറ്റാൻ. മുസ്ലിം ലീഗിന്റെ വേദിയിൽ ഒരു മൈക്കിന് മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ, ഈ വേദിയിൽ മുസ്ലിം ലീഗിന്റെ ഇതുപോലത്തെ വേദിയിൽ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സംസാരിച്ച വേദിയാണെന്ന ഓർമ്മയോട് വേണം ഞാനും നിങ്ങളും സംസാരിക്കാൻ. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന മഹാമനീഷി ഇരുന്നു ചിന്തിച്ച 57 പേരിൽ നിന്ന്
57 കോടി ജനതയിലേക്ക് ഒരു പക്ഷേ വളർത്തി വലുതാക്കാൻ കഴിയുന്ന ഒരു ആശയത്തെ രൂപം കൊടുത്ത ഒരു മഹാമനീഷിയാണ് ഖായിദെ മില്ലത്ത് എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം എന്ന ഒരു അടിവരയിട്ടുകൊണ്ട് ഖായിദെ മില്ലത്തിനെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത് KM സീതി സാഹിബാണ്. മുസ്ലിം ലീഗിന്റെ മലബാറിൽ RC ഓണർ ആരാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുള്ളൂ, അത് KM സീതി സാഹിബാണ്. കൊടുങ്ങല്ലൂരിലാണ് ജനിച്ചത്. നിങ്ങളുടെ സമീപ പ്രദേശമാണ് ഓടിപ്പോയത്. കൊടുങ്ങല്ലൂരിലെ സീതി മുഹമ്മദിന്റെ മകനാണ് KM സീതി സാഹിബ്. കൊച്ചിയിലെ രാജാവിന്റെ കീഴിലുള്ള മുസ്ലിം ഭരണപരിഷ്കരണ സമിതിയിലെ അംഗമായിരുന്നു സീതി മുഹമ്മദ് സാഹിബ്. അദ്ദേഹം കോളറക്കാലത്തും മലബാറിലെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഒളിച്ചോടി വന്ന പാഞ്ഞു വന്ന എല്ലാ മനുഷ്യർക്കും അഭയം കൊടുത്ത ഒരു ഉദാരമനസ്കനായിരുന്നു സീതി സാഹിബിന്റെ പിതാവ്. അദ്ദേഹം ആളുകൾക്ക് വലിയ സംഭാവനകൾ നൽകിയ, ആളുകളെ സഹായിച്ച മനുഷ്യനായിരുന്നു എന്ന്. ആ സീതി മുഹമ്മദ് സാഹിബിന്റെ മകനായി 1899 ജനിച്ച മഹാമനീഷിയാണ് KM സീതി. അദ്ദേഹം കൊടുങ്ങല്ലൂർ സ്കൂളിലാണ് പഠിച്ചത്. കൊടുങ്ങല്ലൂർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ആലപ്പുഴ ലജനത്ത് ഹാളിൽ വെച്ച് നടന്നൊരു സമ്മേളനത്തിൽ പങ്കെടുത്തൊരു കഥ വിവരിക്കുന്നുണ്ട്. അന്ന് മലയാള മനോരമ പത്രത്തിന്റെ സ്ഥാപക പത്രാധിപർ കഴിഞ്ഞാൽ, ഒരുപക്ഷെ കണ്ടത്തിൽ വർഗീസ് മാപ്പിള കഴിഞ്ഞാൽ, മലയാള മനോരമ എന്ന പത്രത്തിന് ജനകീയവൽക്കരിച്ച ഏറ്റവും പ്രബലനായ മാധ്യമ പ്രവർത്തകനാണ് മാമൻ മാപ്പിള. മാമൻ മാപ്പിള വലിയ പ്രഭാഷകനാണ്. മാമൻ മാപ്പിള ആലപ്പുഴ ലജനത്ത് ഹാളിൽ വലിയൊരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ അത് കേൾക്കാനായി ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ സീതി സാഹിബ് പങ്കെടുത്തു എന്നാണ്. ഒരുപക്ഷെ ഇന്റർമീഡിയറ്റ് വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിയോ ആയിരിക്കുമ്പോഴായിരിക്കും സീതി സാഹിബ് ഇതിൽ പങ്കെടുത്തിട്ടുണ്ടാവുക. അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുത്തു. നിങ്ങളൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ അതേ പ്രായത്തിൽ ഒരുപക്ഷെ സീതി സാഹിബ് മാമൻ മാപ്പിളയുടെ പ്രസംഗം കേൾക്കുകയാണ്. മാമൻ മാപ്പിള പ്രസംഗിച്ചു കഴിഞ്ഞു. ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. ഓരോരുത്തരായി ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ചോദിക്കുന്നതിനിടെ സദസ്സിൽ നിന്ന് എണീറ്റ് നിന്നൊരു കുട്ടി, ആ കുട്ടിയാണ് KM സീതി. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ പ്രസംഗം നന്നായിരുന്നു, ഇൻഫോർമേറ്റീവ് ആയിരുന്നു. പക്ഷേ എൻ്റെ ചോദ്യം പ്രസംഗത്തെ കുറിച്ചല്ല. അങ്ങൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇന്ത്യ ചരിത്രത്തിൽ അങ്ങ് എഴുതിയ പുസ്തകത്തിൽ മുസ്ലിം ഭരണകാലത്തെ പരാമർശിക്കുന്ന ഭാഗങ്ങളിൽ കാതലായ ചില പെശകുകളുണ്ട് എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ് എന്ന്. മാമൻ മാപ്പിള ആ കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ടവരെ, അന്ന് നമ്മുടെ നേതാവായി മാറിയ KM സീതി സാഹിബ് എന്ന വിദ്യാർത്ഥിയെ ചൂണ്ടിക്കൊണ്ട് വലിയ ഗ്രന്ഥകാരനും പത്രാധിപരുമായ മാമൻ മാപ്പിള പറഞ്ഞത്, ഈ കുട്ടി പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്ന് ഞാൻ പരിശോധിച്ച് ആവശ്യമെങ്കിൽ തിരുത്തും. രണ്ടാമത്, ഇതുപോലത്തെ കുട്ടികളാണ് കൊച്ചിയിലും അതുപോലെ തിരുവിതാംകൂറിലുമൊക്കെ മുസ്ലിം സമുദായത്തിൽ വളർന്നു വരേണ്ടെന്ന് അഭിപ്രായപ്പെട്ടു. അന്ന് അദ്ദേഹം കൊച്ചി എറണാകുളത്തെ മഹാരാജാസിലാണ് ഇന്റർമീഡിയറ്റ് കോഴ്സ് പഠിച്ചത്. ആ ഇന്റർമീഡിയറ്റ് കോഴ്സ് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും നല്ല വിദ്യാർത്ഥികൾക്കുള്ള, ഏറ്റവും സ്വഭാവ ഗുണമുള്ള വിദ്യാർത്ഥിക്കുള്ള മഹാദേവ അയ്യർ സ്വർണ്ണ മെഡലോട് കൂടിയാണ് അദ്ദേഹം ഇന്റർമീഡിയറ്റ് പാസ്സായത്. പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്തെ മഹാരാജാസ്, ഇന്നത്തെ കേരള യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. തിരുവനന്തപുരത്തെ മഹാരാജാസിൽ അദ്ദേഹം പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഗുണം എന്താ വെച്ചാൽ, അന്ന് LMS ഹോസ്റ്റലിൽ തന്നെ താമസിച്ച് ഒരുപാട് ലേഖനങ്ങൾ എഴുതി, ഒരുപാട് അന്ന് പ്രധാനപ്പെട്ട ചില കോളങ്ങളിലൊക്കെ അദ്ദേഹം എഴുതിയിരുന്നു എന്നാണ്. നന്നായി പ്രസംഗിക്കുമായിരുന്നു എന്നാണ്. നല്ല കോൺഗ്രസ് നേതാവായിരുന്നു എന്നതാണ്. തിരുവനന്തപുരത്തെ മഹാരാജാസിലെ പഠനശേഷം ആ കുട്ടി പിന്നീട് പഠിച്ചത് തിരുവനന്തപുരത്തെ ലോ കോളേജിലാണ്. തിരുവനന്തപുരത്തെ ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം പരിഭാഷകൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഗൗരി ശങ്കർ മിശ്ര അന്ന് തിരുവനന്തപുരത്ത് സംസാരിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് ഇദ്ദേഹമാണ്. പിന്നീട് മഹാത്മാഗാന്ധി തിരുവനന്തപുരത്ത് ഒരു പര്യടനത്തിനായി വന്നപ്പോൾ മഹാത്മാഗാന്ധിയുടെ പ്രഭാഷണം പരിഭാഷപ്പെടുത്തിയ പ്രതിഭയാണ്. മഹാത്മാഗാന്ധിയുടെ കവിത ചൊല്ലിയപ്പോൾ വാട്ടർ വാട്ടർ എവരിവർ നോർ അഡോപ്റ്റ് ടു ഡ്രിങ്ക് എന്ന് പറയുന്ന കവിത ചൊല്ലിയപ്പോൾ വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിപ്പാനില്ലത്ര എന്ന പരിഭാഷ അഭിനന്ദനായ KM സീതി സാഹിബിൻ്റെതാണ്. ആ പരിഭാഷയ്ക്ക് ശേഷം അദ്ദേഹം പ്രശസ്തനായി. പിന്നീട് അദ്ദേഹം കുറെ ആളുകളുടേത് ബംഗാൾ സിംഹം ഷെറേ ബംഗാൾ എന്നറിയപ്പെട്ട ജനാബ് ഫസലുൽ ഹക്ക് സാഹിബ് ഒരു പ്രസംഗത്തിൽ 1948 നടന്ന മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ കോഴിക്കോട് അദ്ദേഹം 2 മണിക്കൂർ പ്രസംഗിച്ചു എന്നാണ്. ആ പ്രസംഗിക്കുമ്പോൾ സീതി സാഹിബ് സംഘാടകനായിട്ട് ഇങ്ങനെ ഓടി നടക്കാൻ, അന്ന് അദ്ദേഹം ഇപ്പൊ നമ്മുടെ ഇവിടെ സംഘാടകർ ഓടി നടക്കുമല്ലോ, ആ ഓടി നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് സീതി സാഹിബാണ്.
2 മണിക്കൂർ ഇംഗ്ലീഷ് പ്രസംഗത്തിന് 2 മണിക്കൂർ മലയാള പരിഭാഷ. ഈ പരിഭാഷ കേട്ടിട്ട് ജനാബ് ഫസലിലൊക്കെ പറഞ്ഞിട്ട് ദിസ് ഇസ് മൈ ട്രാൻസ്ലേറ്റർ ജനറൽ എന്ന് പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം. അങ്ങനെ അദ്ദേഹം വലിയ പരിഭാഷകനൊക്കെയായി അറിയപ്പെട്ട അദ്ദേഹം പിന്നീട് തലശ്ശേരിയിൽ വന്ന് താമസിച്ച് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് നേതൃത്വം നൽകി. 1932 ചന്ദ്രികാ ദിനപത്രം സീതി സാഹിബിന്റെ സൃഷ്ടിയാണ്. 1934 തലശ്ശേരിയിൽ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ കമ്മിറ്റി ഉണ്ടാക്കിയത് സീതി സാഹിബാണ്. തിരൂരങ്ങാടിയിൽ 2ാമത്തെ കമ്മിറ്റി ഉണ്ടാക്കാൻ നേതൃത്വം നൽകിയത് സീതി സാഹിബാണ്. കോഴിക്കോട് കാദ്രിക്കോയ ഹാജിയുടെ നേതൃത്വത്തിൽ 3ാമത്തെ കമ്മിറ്റി ഉണ്ടാക്കിയത് സീതി സാഹിബാണ്. ഇങ്ങനെ മുസ്ലിം ലീഗിന്റെ ശാഖാ കമ്മിറ്റികൾ ഉണ്ടാക്കി ഇങ്ങനെ വന്നു. മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ തിക്തഫലമായി ബാഫക്കി തങ്ങളെ മുസ്ലിം ലീഗിലേക്ക് അടുപ്പിച്ചത് സീതി സാഹിബാണ്. പൂക്കോയ തങ്ങളെ മുസ്ലിം ലീഗിലേക്ക് അടുപ്പിച്ചത് സീതി സാഹിബാണ്. എന്തിനേറെ പറയണം, നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ MSFന്റെ വേദിയിലാണ് ഇരിക്കുന്നത്. MSFന്റെ സംസ്ഥാന അധ്യക്ഷൻ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അഭിവന്ദനും പ്രഗത്ഭനുമായ നവാസ് സാഹിബ് 1942 ഫെബ്രുവരി മാസം 28-ാം തീയതി കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം സ്കൂളിലേക്ക് MSFന്റെ കുട്ടികളുടെ യോഗം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു സംഘടനയ്ക്ക് രൂപം നൽകുകയാണ്, ഈ സംഘടനയുടെ പേര് MSF എന്നാണ് എന്നൊരു MSF എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകി. PP മൊയ്തു എന്ന ആളെ അഡ്വോക്ക് കമ്മിറ്റിയുടെ ചെയർമാനും PP അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആളെ അഡ്വോക്ക് കമ്മിറ്റിയുടെ കൺവീനറുമായി തെരഞ്ഞെടുത്ത് നിങ്ങൾ ഓരോ സ്ഥലങ്ങളിലും പോയി MSFന്റെ കമ്മിറ്റികൾ ഉണ്ടാക്കി കൊണ്ടുവരണമെന്ന് അഭിപ്രായപ്പെടുകയും MSF കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി പിറ്റത്തെ മാസം 1942 മാർച്ച് മാസം 31-ാം തീയതി അന്ന് കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം സ്കൂളിൽ ചേർന്ന യോഗം. ആ MSF കമ്മിറ്റി ഉണ്ടാക്കാൻ ഫെബ്രുവരിയിൽ യോഗം വിളിച്ചിട്ട് മാർച്ച് 31 ആകുന്നതിന് മുമ്പ് കാർ എടുത്ത് താനൂരിൽ വന്ന് ഹസൻ റിസ സാഹിബിന്റെ ഉപ്പയെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകനെ ഈ സമുദായത്തിന് തരണമെന്ന്. ആ ഹസൻ റിസ സാഹിബിനെ പ്രസിഡന്റ് ആക്കിക്കൊണ്ട് 1942 മാർച്ച് മാസം 31-ാം തീയതി MSFന്റെ മലബാർ ജില്ലാ കമ്മിറ്റിക്ക് രൂപം നടക്കുന്നു. സെക്രട്ടറിയായി P മൊയ്തുവിനെ തെരഞ്ഞെടുക്കുന്നു. ജോയിന്റ് സെക്രട്ടറിയായി അഭിവന്ദനായ CH മുഹമ്മദ് കോയയെ സീതി സാഹിബ് കണ്ടെത്തുന്നു. എന്നിട്ട് നിരന്തരമായി ആ വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകുന്നു. ഞാൻ പറഞ്ഞത് ചന്ദ്രികയുണ്ടാക്കി, MSF ഉണ്ടാക്കി, മുസ്ലിം ലീഗിന്റെ യൂണിറ്റ് കമ്മിറ്റികൾ ഉണ്ടാക്കി, പിന്നീട് ബാഫക്കി തങ്ങളെ ലീഗിലേക്ക് കൊണ്ടുവന്നു, പൂക്കോയ തങ്ങളെ ലീഗിലേക്ക് കൊണ്ടുവന്നു. നമ്മുടെ സമുദായം മുസ്ലിം ലീഗ് പ്രസ്ഥാനം ജനകീയമായി ഇങ്ങനെ വളരുന്ന ഘട്ടത്തിൽ ഇനി നമ്മൾ ഇടപെടേണ്ടത് വിദ്യാഭ്യാസ മേഖലയാണ്. വെട്ടത്ത് പുതിയങ്ങാടിയിൽ ഗേൾസ് സ്കൂൾ ഉണ്ടാക്കുന്നു, തിരൂരിലെ ബോയ്സ് ഉണ്ടാക്കുന്നു. 1962 ചെറുപ്പത്തിൽ സീതി സാഹിബിന്റെ ഒരു രൂപം നൽകിയ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് പിന്നീട് ഒരുപക്ഷെ കൊച്ചി മുസ്ലിം വിദ്യാഭ്യാസ സംഘം എന്ന രൂപം നൽകുകയും ചെറുപ്പത്തിൽ കൊച്ചി രാജാവ് കുറച്ച് സ്ഥലം കൊടുത്തു, നിങ്ങളിവിടെ ഒരു കോളേജ് ഉണ്ടാക്കിക്കൊള്ളു. സീതി സാഹിബിന്റെ ചെറുപ്പത്തിലാണ് കൊച്ചി മുസ്ലിം വിദ്യാഭ്യാസ സംഘം ഉണ്ടാക്കിയിട്ട് തലശ്ശേരി പിരിവിന് പോയിട്ട് പിരിവ് കിട്ടാഞ്ഞപ്പോൾ ആ കോളേജിന്റെ ഉദ്യമം തിരിച്ചെടുത്തു. കൊച്ചി രാജാവ് സ്ഥലം തിരിച്ചെടുത്തു. ഇന്ന് ആലുവക്കടുത്ത് ഒരു മദ്രസ നിലനിൽക്കുന്നുണ്ട് ആ പ്രദേശത്ത്. ആ ദുഃഖം ഉണ്ടായിരുന്നു സീതി സാഹിബിന്റെ മനസ്സിൽ. ആ ദുഃഖമാണ് പിന്നീട് KME എന്ന രൂപത്തിൽ രൂപം കൊണ്ട കേരള മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷന്റെ കീഴിൽ തിരൂരിലെ പോളിടെക്നിക് 1962 ഉണ്ടാക്കിയതാണ്. ഫറൂഖ് കോളേജ് സീതി സാഹിബിന്റെ ത്യാഗത്തിന്റെ പേരാണ് ഫറൂഖ് കോളേജ്. അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾക്ക് തുടക്കമിടാനുള്ള മലപ്പുറം നഗരത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, ഒരു ഗവൺമെന്റ് സ്കൂൾ ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾക്ക് മുമ്പിൽ വന്ന് ഇറന്നാണ് സീതി സാഹിബ് പണം പിരിച്ചുണ്ടാക്കിയതാണ്. അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസപരമായി അടിത്തറയുണ്ടാക്കുന്നു. ഒരു കുട്ടി, ആ കുട്ടി എറണാകുളത്ത് ലോ കോളേജിൽ ചേർന്ന കുട്ടിയെ പിടിച്ചിട്ട് തിരുവനന്തപുരത്ത് ലോ കോളേജിൽ ചേരാൻ പറഞ്ഞു. തിരുവനന്തപുരത്തെ ലോ കോളേജിൽ ചേരാൻ പറഞ്ഞൊരു കുട്ടിയോട് എറണാകുളത്ത് ഞാൻ വരാൻ തയ്യാറില്ല. സീതി സാഹിബ് കുട്ടിയെ കാണുന്നത് കണ്ണൂരിലൊരു പരിപാടിക്ക് പോയതാണ്. പരിപാടിക്ക് പോയപ്പോൾ നന്നായി സംസാരിക്കുന്ന കുട്ടിക്ക് മുട്ടായി കൊടുത്തിട്ട് ആ കുട്ടിയെ സ്വീകരിച്ചു. പിന്നീട് വേറെ പരിപാടികൾക്ക് പോകുമ്പോൾ ആ കുട്ടിയോട് ചോദിക്കും, ഇപ്പൊ എവിടെ എത്തി? ഞാൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുകയാണ്. ഇപ്പൊ എവിടെയാണ്? എറണാകുളത്ത് ലോ കോളേജിൽ ചേർന്നിട്ടുണ്ട്. സ്പീക്കറായ സീതി സാഹിബ് കുട്ടിയോട് തിരുവനന്തപുരത്ത് വരാൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ലോ കോളേജിൽ പഠിച്ചാൽ മതി എന്ന്. തിരുവനന്തപുരത്ത് ലോ കോളേജിൽ പഠിക്കാൻ മതി എന്ന സീതി സാഹിബിന്റെ നിശ്ചയദാർഢ്യമുള്ള വാക്കുകൾക്ക് മുമ്പിൽ ഈ കുട്ടിക്ക് വഴങ്ങേണ്ടി വന്നു. എറണാകുളത്ത് ചേർന്ന ഈ കുട്ടി തിരുവനന്തപുരത്ത് പഠിച്ചു. അപ്പൊ ഈ കുട്ടിയോട് ചോദിച്ചു, ഇങ്ങനെ അന്ന് സാനഡോയിൽ വന്ന ഈ കുട്ടി ദുഃഖിച്ചിരിക്കുമ്പോ മോനോട് പറഞ്ഞു, മോനെ, നീ ഒരു സാധാ വക്കീലാവേണ്ട ആളല്ല, നീ പ്രതിഭയുള്ള ഈ സമുദായത്തിന്റെ കാവലാളാകേണ്ട കുട്ടിയാണ്. ആ കുട്ടിക്ക് സീതി സാഹിബ് എന്നൊരു ഉപദേശം കൊടുത്തു, മോനെ ഫ്ലവറി ലാംഗ്വേജ് ഉണ്ടാക്കണമെന്ന്. ആ ഫ്ലവറി ലാംഗ്വേജ് ആണ് അഹമ്മദ് എന്ന് പറയുന്ന അന്തർദേശീയ നേതാവിനെ സൃഷ്ടിച്ചത്. സീതി സാഹിബിന്റെ കണ്ടെത്തൽ. അഹമ്മദ് സാഹിബിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ?
സീതി സാഹിബിനെ പോലത്തെ കായിക മില്ലത്തിനെ കണ്ട് സീതി സാഹിബിന്റെ കൂടെ നടന്ന് CH-ന്റെ അരികുപറ്റി ജീവിച്ച ആ നേതാക്കന്മാരുടെ അനുഗ്രഹമാണ് അഹമ്മദ് സാഹിബിനെ അത്ര ഉയരങ്ങളിൽ എത്തിച്ചത്. എഞ്ചിനീയർ കുട്ടിയാമോന്ന് ഈ പുതിയ തലമുറ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ പള്ളി കാണൂലേ? ഈ പള്ളിയുടെ മിനാരമുണ്ടാക്കിയതാരാ? മിനാരമുണ്ടാക്കിയത് കുട്ടിയാമ സാഹിബാണ്. മിനാരുള്ള ആദ്യത്തെ പള്ളി ഏതാ? തലശ്ശേരി പള്ളിയാണ്. രണ്ടാമത്തെ തിരുവനന്തപുരത്തെ പാളയം പള്ളിയാണ്. ഈ ഇന്തോ സാരസൻ മോഡൽ എന്ന് പറയുന്ന മോഡൽ മലയാളിക്ക് സംഭാവന ചെയ്ത എഞ്ചിനീയർ കുട്ടിയാമു തമിഴ്നാടിൽ PWD എഞ്ചിനീയർ ആയിരുന്നല്ലോ. തമിഴ്നാട് PWD പിന്നെ അവിടുത്തെ മിനിസ്ട്രിയിലെ ഒരു ബിൽഡിങ്ങിന്റെ പേര് തന്നെ കുട്ടിയാമു ആലൈ എന്നാണ്. കുട്ടിയാമു സാഹിബ് വലിയ പ്രതിഭയാണ്. കേരളത്തിലെ ചീഫ് എഞ്ചിനീയറാണ്. കേരളത്തിലെ ഡാം പ്രൊജക്ടുകളെ പറ്റി അദ്ദേഹത്തിന് വലിയ പഠനങ്ങളുണ്ട്. ചന്ദ്രികയുടെ എഡിറ്റർ ആയിരുന്നു അദ്ദേഹം, മാനേജിംഗ് എഡിറ്റർ ആയിരുന്നു. ആ കുട്ടിയാമു സാഹിബിനെ കണ്ടെത്തിയത് അഭിവന്ദനായ സീതി സാഹിബാണ്. സീതി സാഹിബിനെ പറ്റി ഒരു പ്രയോഗം പനമ്പിള്ളി ഗോവിന്ദമേനോനാണെന്ന് തോന്നുന്നു നടത്തിയത്. സീതി സാഹിബ് കോൺഗ്രസിന് പോയപ്പോൾ കോൺഗ്രസിന് എത്ര നഷ്ടം ഉണ്ടായോ അത്ര നേട്ടം ലീഗിനുണ്ടായി എന്നാണ്. ഒരാൾ സീതി സാഹിബിനെ പറ്റി പറഞ്ഞത്, നെഹ്റു എന്നൊരു വൻമരം പോലെ. നെഹ്റു എങ്ങനെയാണോ ഇന്ത്യയിലെ ജനാധിപത്യവാദികൾക്ക് ഫീൽ ചെയ്തത്, അതുപോലെ പാവപ്പെട്ട മലബാറുകാർക്ക്, പാവപ്പെട്ട കേരളത്തിലെ മുസ്ലിങ്ങൾക്ക്, കേരള ജനതയ്ക്ക് അവരുടെ നെഹ്റു സീതി സാഹിബായിരുന്നു. സീതി സാഹിബ് ഒരു വൻമരമായിരിക്കുമ്പോഴും അടുത്ത് പടർന്നു പൊന്തി വരുന്ന പുൽക്കൊടികളെയും അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നു എന്നാണ്. ആ സീതി സാഹിബാണ് നമ്മളെല്ലാത്തിനും അസ്ഥിവാരമിട്ടത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഇത്രമാൾ ത്യാഗം സഹിച്ച നമ്മൾ കേരളത്തിലെ മന്ത്രിമാരും സ്പീക്കറുടെ ഒക്കെ കാറ് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഒരു സ്പീക്കർ കാറ് പോകുന്നത് നിർത്തിയിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് കാറിൽ നിന്നിറങ്ങി ആ കുട്ടിക്ക് സമ്മാനം കൊടുത്തൊരു സ്പീക്കറുണ്ട്. മോള് പോകുമ്പോ, മോള് വലുതാകുമ്പോ മോളെ മക്കളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ ഒരു കേരള നിയമസഭാ സ്പീക്കറുണ്ട്. കാറിൽ തലചായ്ച്ചിരുന്ന് വിങ്ങി വിങ്ങി കരഞ്ഞ മനുഷ്യനോട് എന്തിനാണ് സർ അങ്ങ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോ, എന്റെ സമുദായത്തിലെ പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്ന ഒരു കാലം വരുമോ എന്ന സ്വപ്നം കണ്ട ഈ മഹാമനീഷിയാണ് നമ്മുടെ എല്ലാ ഉന്നമനത്തിനും അസ്ഥിവാരമിട്ടത്. ഇദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് കടന്നു വന്ന മഹാമനീഷിയുടെ പേരാണ് CH മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയ സീതി സാഹിബ് ഉണ്ടാക്കിയ ചന്ദ്രികയെ വളർത്തിക്കൊണ്ടുവന്നത് CH മുഹമ്മദ് കോയയാണ്. സീതി സാഹിബ് ഉണ്ടാക്കിയ MSF-ന് പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം സമ്മാനിച്ചത് അഭിവന്ദനായ CH ആണ്. സീതി സാഹിബ് ഉണ്ടാക്കിയെടുത്ത സ്കൂളുകൾക്ക് തുടർച്ചയായി ഏറ്റവും കൂടുതൽ സ്കൂളുകൾ അനുവദിച്ചത് അഭിവന്ദനായ CH മുഹമ്മദ് കോയയാണ്. CH മുഹമ്മദ് കോയയുടെ പ്രത്യേകതകൾ ഒരുപാടുണ്ട്. MSF-ന്റെ നേതാക്കളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. സെനറ്റിലും സിൻഡിക്കേറ്റിലും ലോക ചരിത്രത്തിൽ രണ്ടാമതും ഇന്ത്യ ചരിത്രത്തിൽ ആദ്യത്തതും ആയി അംഗത്വം നൽകിയ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് CH മുഹമ്മദ് കോയ എന്നാണ്. അറബിക് അധ്യാപകരെ, ഭാഷ അധ്യാപകരെ, പാവപ്പെട്ട മനുഷ്യന്മാരെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ നേതാവ് CH മുഹമ്മദ് കോയയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ മെയിൻ്റനൻസ് നടന്ന കാലം ഏതാണ്? 1967 1969 ഇടയിലാണ്. നമ്മുടെ ഉമ്മമാർ, നമ്മുടെ വല്യമ്മമാർ, അവർ സ്കൂളിൽ പോകാൻ വേണ്ടി സ്കോളർഷിപ്പ് നൽകിയ നേതാവിന്റെ പേരെന്താണ്? CH മുഹമ്മദ് കോയ എന്നാണ്. ഇങ്ങനെ ഒരു ഘട്ടം ഘട്ടമായി ലീഗിനെ ചിലർ പറയാറുണ്ട് ലീഗ് പാർട്ടിയാണെന്ന്. ലീഗ് പാർട്ടിയല്ല, ലീഗ് സമുദായമാണ്. ഈ ലീഗ് ഒരു പ്രസ്ഥാനമാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം പിരിച്ചുവിടുന്ന സാധനത്തിനാണ് പാർട്ടി എന്ന് പറയാം. പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അടുത്ത 50 വർഷത്തിന് ശേഷം തൻ്റെ തലമുറ എങ്ങനെയായിരിക്കണമെന്ന് ചിന്തിക്കുന്നതിനെയാണ് പ്രസ്ഥാനം എന്ന് പറയുക. ആ പ്രസ്ഥാനമായി വളർത്തിക്കൊണ്ടുവന്നത് ഇങ്ങനെ ഒരുപാട് ലീഡേഴ്സാണ്. ഇവരോട് ചേർത്ത് വായിക്കേണ്ട ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാരുടെ പേരുകൾ മുഴുവൻ ഞാനിവിടെ പറയുന്നില്ല, അത് പറഞ്ഞാൽ എത്തൂല. ഉപ്പി സാഹിബ്, പോക്കർ സാഹിബ്, MK ഹാജി സാഹിബ്, K മൗലവി സാഹിബ് തുടങ്ങിയ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ സമർപ്പണമാണ് ഈ പാർട്ടി. NB അബ്ദുസലാം മൗലവിയുടെ, CN അഹമ്മദ് മൗലവിയെ പോലത്തെ പ്രഗത്ഭരായ മനുഷ്യന്മാരുടെ സമർപ്പണമാണ് ഈ പാർട്ടി. അവരങ്ങനെ സമർപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മളിങ്ങനെ സുഖലോലുപതയിലിരിക്കുന്നത്. ഞാൻ എൻ്റെ കുട്ടികളോടായി ഒരു കാര്യവും കൂടി പറഞ്ഞ് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കരുതുന്നത് പോലെ നമ്മുടെ മനസ്സിൽ ഓർത്തു വെക്കേണ്ട കുറേ മനുഷ്യരിൽ ഒരാൾ CH മുഹമ്മദ് കോയയെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. CH ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച മനുഷ്യനാണ്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച. നിങ്ങളെ MSF-ന്റെ യോഗത്തിൽ വന്നില്ലേ? ഇതുപോലെ CH ഒരു MSF-ന്റെ യോഗത്തിന് പോയിട്ടുണ്ട്. അത് 1942 മലബാർ ജില്ലാ MSF-ന്റെ ഭാരവാഹിയായിരിക്കുന്ന സമയത്ത് അന്ന് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം നേതാവ് നവാബ് സാദാ ലിയാഖത്ത് അലി ഖാൻ ഒരു പര്യടനത്തിന് വന്നപ്പോൾ കോഴിക്കോട് ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു സ്വീകരണം ഏർപ്പെടുത്തി. ആ സ്വീകരണ പരിപാടിയിലേക്ക് MSF-ന്റെ നേതാക്കന്മാരെയും ക്ഷണിക്കപ്പെട്ടു. അപ്പോ നവാബ് സാദാ ലിയാഖത്ത് അലി ഖാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ്
ലിയാഖത്ത് അലി ഖാനെ പറ്റിയിട്ട് ലിയാഖത്ത് അലി ഖാന്റെ സന്ദർശനത്തിൽ ആശംസ അർപ്പിച്ച് ഓരോരുത്തർ പ്രസംഗിക്കണം. അപ്പൊ MSFന്റെ പ്രസിഡന്റും സെക്രട്ടറിയും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ MSFന്റെ പ്രസിഡന്റിനോട് പോയിട്ട് പറഞ്ഞേ, നിങ്ങൾ ഒരാളെ പ്രസംഗിക്കാൻ വിളിച്ചോളിട്ടോ. റിസാസ് സാഹിബിനോട് ചോദിച്ചു, നിങ്ങൾ ഒരാളെ വിട്ടോളി. അപ്പോൾ റിസാസ് സാഹിബും പി മൊയ്തു സാഹിബും കൊണ്ട് പറഞ്ഞു, നമ്മളിതിന് MSF കോയ സംസാരിച്ചോട്ടെ, കോയ ഉഷാറായിട്ട് സംസാരിക്കും. കോയ സാഹിബ് പ്രസംഗിക്കാൻ വന്ന് സംസാരിച്ചു. അദ്ദേഹം പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞിട്ട് നവാബ് സാദാ ലിയാഖത്ത് അലി ഖാനെ പറ്റി അദ്ദേഹത്തിന് ആശംസ അർപ്പിച്ച് സംസാരിച്ചു. സംസാരം കഴിഞ്ഞപ്പോൾ ലിയാഖത്ത് അലി ഖാൻ പ്രസംഗിക്കാൻ നിന്നിട്ട് പറഞ്ഞു, ഇവിടെ ഈ സംസാരിച്ച കുട്ടിയുണ്ടല്ലോ, ഈ കുട്ടീനെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകണം, ഞാൻ അലീഗറിൽ ചേർത്ത് പഠിപ്പിച്ചോളാം. ഇതൊന്നും CHന്റെ വീട്ടിൽ അറിയണ്ടായിരുന്നില്ല. നിങ്ങളിപ്പോ MSFന്റെ പരിപാടിക്ക് പേരെ പറയാതെ വന്നവരുണ്ടോ അല്ലേ? അതൊന്നും വീട്ടിൽ അറിയണില്ല. വാപ്പതൊന്നും അറിയില്ല. വാപ്പ ഒരു സാധു മനുഷ്യനാണ്. കൊയിലാണ്ടിയിലും സാമൂതിരി കോളേജിലൊക്കെ പഠിക്കാൻ അയച്ച കുട്ടിയാണ്. അഭിനന്ദനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ ഉപ്പ കൊയിലാണ്ടിയിൽ എന്തോ ഒരു ആവശ്യത്തിന് വന്നിട്ട് പേരേക്ക് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ ലീഗ് ഓഫീസിന്റെ പരിസരത്ത് ഒരാളെ കണ്ടു. മൂപ്പര നാട്ടുകാരനാണ്. നിങ്ങളെന്താ ഇവിടെ? ഞാൻ ഇവിടെ ലീഗിന്റെ പരിപാടി ഉണ്ടായിട്ട് വന്നതാണ്. നിങ്ങളെന്താണ് ഇവിടെ? ഞാൻ അങ്ങനെ കൊയിലാണ്ടിയിൽ വന്നതാണ്. അങ്ങനെ പോവാണ്, തിരിച്ചു പോകുന്ന വഴിയാണ്. പറഞ്ഞു, ലീഗിന്റെ നേതാക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട്, ബാഫക്കി തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, ഞാൻ ബാഫക്കി തങ്ങളൊന്ന് കണ്ടു കളയാം എന്ന് കരുതിയിട്ട് ഇങ്ങനെ നോക്കി. കുട്ടികളെ, ബാഫക്കി തങ്ങൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ബാഫക്കി തങ്ങൾ കൂട്ടിട്ടിട്ടൊക്കെ നിന്നാണ്ടല്ലോ. ആ മനുഷ്യൻ നിന്നാൽ ആ സദസ്സിൽ ആ മനുഷ്യനെ മാത്രം ശ്രദ്ധിക്കുള്ളൂ. ഇന്ദിരാഗാന്ധി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന്റെ സമയത്ത് 60 കോടി ഇന്ത്യക്കാരിൽ ഒരൊറ്റ ആൺകുട്ടിയുള്ളൂ. ആ ആൺകുട്ടിയുടെ പേര് ഇന്ദിര എന്നാണ് പറഞ്ഞത്. ആ ഇന്ദിരാഗാന്ധി എറണാകുളത്ത് വെച്ചിട്ട് ഇന്ത്യയാണ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കാലമുണ്ട്. എറണാകുളത്ത് ബാഫക്കി തങ്ങളും ഇന്ദിരാഗാന്ധിയും കൂടി ഒരു ചർച്ച നടത്തിയിട്ട് ഈ ബാഫക്കി തങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഇന്ദിരാഗാന്ധി പിന്നാലെ പോയിന്ന്. അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ചോദിച്ചു, മാഡം, ഇത് പ്രോട്ടോകോൾ ലംഘനമാണ്. നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ആ പോയതൊരു പഞ്ചായത്ത് മെമ്പർ പോലെ ഒരു പാർട്ടിയുടെ നേതാവ് മാത്രമാണ്. എവിടോ ആ മനുഷ്യനെ കണ്ടപ്പോൾ അതിൽ കുറഞ്ഞതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ്. അതാണ് ബാഫക്കി തങ്ങൾ. ബാഫക്കി തങ്ങൾ ഇങ്ങനെ എണീറ്റ് നിന്നാൽ നമ്മളാകെ അദ്ദേഹത്തിന്റെ ആകാര സൗഷ്ഠത്തിൽ വലിഞ്ഞു പോകുന്ന. ബാഫക്കി തങ്ങളെ കണ്ടവരാരും ഈ സദസ്സിലുണ്ടാവില്ല. അദ്ദേഹത്തെ പറ്റി എഴുതിയവരും പറഞ്ഞവരും അങ്ങനെയാണ് നമ്മളോട് അനുഭവം പങ്കുവച്ചിട്ടുള്ളത്. ബാഫക്കി തങ്ങൾ ഈ മനുഷ്യനെ ഇങ്ങനെ നോക്കിയിരിക്കണം. ബാഫക്കി തങ്ങളുണ്ട്, സീതി സാഹിബുണ്ട്, ഉപ്പി സാഹിബുണ്ട്. CHന്റെ ഉപ്പയാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പോ അഭിനന്ദനായ ബാഫക്കി തങ്ങളോട് ഒരാൾ പോയിട്ട് പറഞ്ഞു, തങ്ങളെ നിങ്ങളെ പെരയിലൊക്കെ പാർത്ത് പഠിച്ചിരുന്ന MSFലെ കോയ ഉണ്ടല്ലോ, കോയാന്റെ വാപ്പയാണ് അവിടെ വന്നിക്കണെന്ന്. ബാഫക്കി തങ്ങൾ പറഞ്ഞു, അയാൾ അങ്ങോട്ട് വിളിക്കുന്നത്. ഇപ്പൊ നിങ്ങളോട് പോയിട്ട് പറയാണ്, ബാക്കിൽ നിൽക്കുന്ന ഒരാളോട് പോയിട്ട് പറയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വാപ്പ ഈ പരിപാടി കാണാൻ വരുമ്പോൾ പറയണ പോലെ നിങ്ങളെ സ്റ്റേജുമൊക്കെ തങ്ങൾ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇയാൾ പറഞ്ഞു, ഒന്ന് പോയിക്കട, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ബാഫക്കി തങ്ങൾ ഇന്നപ്പാണ്ട് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, നിങ്ങളെ മോനെ അവിടെയൊക്കെ പഠിച്ചത് MSF എന്ന് പറഞ്ഞ് നടക്കണ്ടല്ലോ. തങ്ങൾക്കൊരു ബേജാറ്, ഉപ്പാക്കൊരു ബേജാറ്. വെടിപ്പെട്ടിക്കോയാന്നാണ് മൂപ്പരെ വിളിച്ചിരുന്നത്. എന്തു പറഞ്ഞാലും തിരിച്ചു മറുപടി പറയണേ. പൊട്ടിത്തെറുപ്പ് കാണിച്ചടഞ്ഞിരുന്ന ഒരു കുട്ടി എന്നൊക്കെ രൂപത്തിലാണ് പാപ്പ മനസ്സിലാക്കിയത്. ഈ മനുഷ്യൻ ബാഫക്കി തങ്ങൾ വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയി. ബാഫക്കി തങ്ങൾ ഈ മനുഷ്യനെ കണ്ടപ്പാണ്ട് എണീറ്റെന്നിട്ട് ചോദിച്ചിട്ടു, കോയാന്റെ വാപ്പല്ലേ? അതെ. ആലി മുസ്ലിയാരല്ലേ? അതെ. തങ്ങൾക്ക് എൻ്റെ പേരറിയാം. സീതി സാഹിബ്, ഉപ്പി സാഹിബ്, ബാക്കിലിരിക്കുന്ന ആൾക്കാർ, ഇത് നമ്മുടെ കോയാന്റെ വാപ്പയാണ് കേട്ടോ. അവരൊക്കെ എണീറ്റുന്നു. ഈ മനുഷ്യനെ ചേർത്ത് പിടിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു, ആലി മുസ്ലിയാരെ, നമ്മളെ മോൻ കോയണ്ടല്ലോ, അവൻ ചില്ലറക്കാരനല്ല, അവൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നേതാവാനുള്ള കുട്ടിയാണ്. അവന് ജന്മം നൽകിയ ഞങ്ങൾക്ക് ഞാൻ എന്താ സമ്മാനം തരാൻ? ഞാനൊന്നും കരുതിയിട്ടില്ലല്ലോ. തങ്ങളുടെ തലപ്പാവ് അഴിച്ചിട്ട് പൊന്നാട് അണിയിക്കണ പോലെ അണിയിച്ചു കൊടുത്തു. ഇയാള് വീട്ടിൽ ഓടാണോ നടക്കാണോ എന്നറിയില്ല. ഓലമേഞ്ഞ വീടാണ്, ദാരിദ്ര്യമുള്ള വീടാണ്. ആ വീട്ടിൽ ഉമ്മയും മക്കളും കഞ്ഞി കുടിക്കണം. അവിടെ ഓടിപ്പോയിട്ട് വാപ്പ സ്കൂളിൽ പോയതിന് തല്ലിയ കുട്ടിയാണ്. കൊയിലാണ്ടി സ്കൂളിൽ ചേർന്നപ്പോ മകനെ തല്ലിയ കുട്ടിയാണ്. അനക്കാരാടാ ശീലം കൂടെ വാങ്ങിച്ചരാന്ന് പറഞ്ഞ് തല്ലിയ കുട്ടിയാണ്. ആ കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് നെറ്റിയിലും മുഖത്തും കവിളിലും ഒക്കെ ഉമ്മ വെച്ച് കരഞ്ഞു. അപ്പൊ ഉമ്മ ചോദിക്കാണ്, നിങ്ങൾക്ക് എന്തു പറ്റി? എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. ഈ കുട്ടി പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നത് നിർത്തി അപ്പുറത്ത് ഓലച്ചെരുവിൽ ഇങ്ങനെ ചെവി ചേർത്ത് നിൽക്കുമ്പോ ഇപ്പുറത്ത് പറയാണ്,
എടീ, നമ്മുടെ മോൻ കോയ ചില്ലറക്കാരനല്ല, നമ്മളറിയാതെ അവൻ വളർന്നിട്ടുണ്ട്. എന്നെ കണ്ടിട്ട് ബാഫയ്ക്ക് തങ്ങൾ എണീറ്റ് നിന്നടി, എന്നെ കണ്ട് ബാഫയ്ക്ക് തങ്ങൾ എണീറ്റ് നിന്നടി. തങ്ങൾ പറഞ്ഞടി അവൻ വലിയ കുട്ടിയായി മാറുമെന്ന് പറഞ്ഞ് അതിങ്ങനെ ഉമ്മയോട് ഈ അതൃപ്പം പറഞ്ഞ് ഈ മനുഷ്യൻ വിങ്ങി വിങ്ങി കരയുമ്പോ അപ്പുറത്തെ ഓലച്ചെരുവിൽ മുഖം ചേർത്ത് കരയുന്നൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയാണ് 16 വയസ്സിലൊരു പത്രത്തിന്റെ പത്രാധിപ സമിതിയിൽ അംഗമായി. ഒരു 10-20 വയസ്സുള്ളപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ ക്ലർക്കായത്, മുനിസിപ്പാലിറ്റിയിൽ ക്ലർക്കായത്, പിന്നീട് കോഴിക്കോട് മുനിസിപ്പാലിറ്റി കുറ്റിച്ചിറ വാർഡിൽ നിന്ന് ജയിച്ചത്, പിന്നീട് കോഴിക്കോട് പരപ്പിൽ വാർഡിൽ നിന്ന് ജയിച്ചത്, 1967 നിന്ന് താനൂരിൽ നിന്ന് MLA ആയത്, 1962 അദ്ദേഹം കേരള നിയമസഭയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കറായത്. ഇവിടെ MSFന്റെ നേതാക്കന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യവുമായി കൂട്ടിയോജിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ അന്ന് MSFിലൂടെ വളർന്നു വന്ന കോയ സാഹിബ് CD സാഹിബിന്റെ മരണശേഷം കേരള നിയമസഭാ സ്പീക്കറാകാൻ വേണ്ടി യോഗം ചേരുകയാണ് കോഴിക്കോട്. ലീഗിന്റെ പ്രവർത്തക സമിതിയാണ്, നേതാക്കന്മാരെല്ലാവരും ചേർന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാള് പറഞ്ഞു, CH മുഹമ്മദ് കോയ CD സാഹിബിന് ശേഷം സ്പീക്കർ ആകണമെന്നാണ് നമ്മുടെ അഭിപ്രായം. പക്ഷെ കോൺഗ്രസ് ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. എന്താണ് ഡിമാൻഡ്? CH ലീഗിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം സ്പീക്കർ സ്ഥാനം ഏറ്റെടുത്താൽ മതിയെന്ന്. അപ്പൊ CH മുഹമ്മദ് കോയ സദസ്സിൽ എണീറ്റ് എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ലീഗിൽ നിന്ന് രാജിവെച്ചിട്ടുള്ള സ്പീക്കർ പദവി ലീഗ് ഏറ്റെടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. സദസ്സ് മുഴുവൻ അഭിപ്രായം, സ്റ്റേജിലുള്ള ഒരു അഭിപ്രായം. അഭിനന്ദനായ ബാഫക്കി തങ്ങളും ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും സ്റ്റേജിന്റെ ബാക്കിൽ പോയി. NV അബ്ദുസലാം മൗലവി പറഞ്ഞത്, ഖായിദെ മില്ലത്തിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു അത്രേ, എന്താണ് ചെയ്യുക? ഇസ്മായിൽ സാഹിബ് നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഇസ്തിഹാറത്ത് നിസ്കരിച്ചപ്പോൾ പടച്ച റബ്ബ് എന്നെ തോന്നിപ്പിക്കണത് CH രാജിവെച്ച് സ്പീക്കറാകണമെന്നാണ്. നേരെ ഇദ്ദേഹം ബാഫക്കി തങ്ങളുടെ അടുത്ത് പോയി, തങ്ങളെ എന്താ ചെയ്യണം? ഖായിദെ മില്ലത്ത് പറഞ്ഞില്ല, CH രാജിവെച്ച് സ്പീക്കറാകണം. ഇവർ രണ്ടാളും സ്റ്റേജ് വെക്കുന്നു. സ്റ്റേജിൽ വന്നിട്ട് സദസ്സ് മുഴുവൻ അഭിപ്രായം എന്താണ്? എല്ലാവരുടെ അഭിപ്രായം CH സ്പീക്കർ പദവി ഏറ്റെടുക്കരുത്. അങ്ങനെ അപമാനം സഹിച്ചിട്ടുള്ള സ്പീക്കറൊന്നും നമുക്ക് വേണ്ട. ഇസ്മായിൽ സാഹിബും ബാഫയ്ക്ക് തങ്ങളുടെ സ്റ്റേജ് മുക്ക് എന്നിട്ട് പറഞ്ഞു, ഖായിദെ മില്ലത്തിനോട് ബാഫയ്ക്ക് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നാണ് പ്രഖ്യാപിച്ചത്? ഇസ്മായിൽ സാഹിബ് സ്റ്റേജിൽ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ തീരുമാനം ഇതാണ്, ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അർത്ഥശങ്കക്കിടയില്ലാതാണ് പ്രഖ്യാപിച്ചത്. CH മുഹമ്മദ് കോയ മുസ്ലിം ലീഗിൽ നിന്ന് മാറി നിന്നാണെങ്കിലും സ്പീക്കർ പദവി ഏറ്റെടുക്കും. സദസ്സാണ്ട് എണീറ്റൊന്നും തെക്ക് വിരലി അംഗീകരിച്ചു. ഇന്നാണെങ്കിലും അത് ഇന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. 1962 സ്പീക്കർ പദവി ഏറ്റെടുത്ത ഒരു കൊല്ലം കൃത്യമാകുമ്പോൾ രാജിവെക്കാൻ വേണ്ടി ബാഫയ്ക്ക് തങ്ങൾ വിളിച്ചു. ലീഗ് വർഗീയ പാർട്ടിയാന്ന് കോൺഗ്രസ് ദുർഗാപൂർ പ്രമേയത്തിൽ പറഞ്ഞിട്ട് നിങ്ങൾ രാജിവെക്കണം. തങ്ങളെ ഞാൻ രാജിവെച്ചിരിക്കുന്നു എന്നാണ്. സ്പീക്കറുടെ സെക്രട്ടറി ഷെരീഫ് സാഹിബ് പറഞ്ഞത് എന്താ? ഷെരീഫ് സാഹിബ് പറഞ്ഞത്, സ്പീക്കർ രാജിവെച്ചതിന് ശേഷം 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞതാണ്. കുറ്റിച്ചെറിയിൽ വെച്ച് ലീഗിന്റെ യോഗം നടക്കുമ്പോൾ ഒരു പേപ്പറുമായി ചന്ദ്രികയുടെ ആലിക്കുഞ്ഞ് സാഹിബ് കയറി വരുന്നു. BV അബ്ദുൽ കോയ സാഹിബിന് കൊടുക്കുന്നു. BV അബ്ദുൽ കോയ സാഹിബ് തങ്ങൾക്ക് കൊടുക്കുന്നു. ബാഫക്കി തങ്ങളുടെ മുഖം അത് സന്തോഷം കൊണ്ട് വിവരണമാകുന്നു. ബാഫക്കി തങ്ങൾ നേരെ അത് ഖായിദെ മില്ലത്തിന് കൊടുക്കുന്നു. ഖായിദെ മില്ലത്ത് അത് നോക്കിക്കൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്നു. കുറ്റിച്ചിറയിൽ ഇളകി മറിയുന്ന മുസ്ലിം ലീഗിന്റെ അണികളെ നോക്കിക്കൊണ്ട് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ CH മുഹമ്മദ് കോയ സ്പീക്കർ സ്ഥാനം പിച്ചളപ്പിന്ന് പോലെ വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. കൃത്യം 1 വർഷം കഴിഞ്ഞു. 1962 കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ പറയുന്നു. 1952 CD സാഹിബിനെ തോൽപ്പിച്ച കോഴിക്കോട്ടെ പാർലമെന്റ് മണ്ഡലത്തിൽ CH മുഹമ്മദ് കോയ ജയിക്കുന്നു. 1962 SK പൊറ്റക്കാട് MP ആയി ജയിച്ചു വടകരയിൽ നിന്ന്. MSFകാരെ SK പൊറ്റക്കാട് ബാഫക്കി തങ്ങളെ കണ്ടിട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്നെ ജയിപ്പിച്ച ലീഗാണ്, ഞാൻ എന്താ ചെയ്തരേണ്ടത്? ബാഫക്കി തങ്ങൾ പറഞ്ഞു, കോയ എപ്പോൾ വരും? കോയ പറയും. കോയ വന്നിട്ട് പറഞ്ഞു, തങ്ങൾ പറഞ്ഞോളി, അല്ല നിങ്ങൾ പറഞ്ഞോളി. എന്താ പറയണത്? SK പൊറ്റക്കാട് വിചാരിച്ചു എന്തോ വലിയൊരു സംഭവം ചോദിക്കാൻ പോവാണ്. നിങ്ങൾ പാർലമെന്റിലേക്കാണ് ജയിച്ചു പോകുന്നത്. പാർലമെന്റിലെത്തിയാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, പാർലമെന്റിന്റെ പശ്ചാത്തലമാക്കി ഒരു നോവൽ ഞങ്ങൾക്ക് എഴുതി തരണം. ഏത്? ചന്ദ്രികയിൽ. ജയിപ്പിച്ചതിന് പിന്തുണ നൽകിയതിന് പകരമായി ഒരു നോവൽ തന്നാ മതി എന്ന് പറഞ്ഞ നേതാവാണ് CH മുഹമ്മദ് കോയ. 12 പുസ്തകങ്ങൾ എഴുതി. CHനെ
ഒരു പക്ഷെ 56 വയസ്സ്. VS അച്യുതാനന്ദൻ CH-നേക്കാൾ 5 വയസ്സ് മൂത്താണ്. മുപ്പരിപ്പോഴും ജീവിച്ചിരിക്കും. CH 56 വയസ്സിനകം. ഈ ഇരിക്കുന്ന ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യം, 56 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു 10-21,000 ദിവസം CH ജീവിച്ചിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹം 1 മണിക്ക് മുമ്പ് ഉറങ്ങിയ ദിവസം അപൂർവമായിട്ടുണ്ടായിട്ടുണ്ടാവും. ഒരു സംശയമില്ല. യാത്ര ചെയ്ത് ഇന്നിപ്പോൾ കാറിൽ വന്നിട്ടാണ് നമ്മൾ സംസാരിക്കാൻ ഇറങ്ങുന്നത്. താനൂരിലെ PP തങ്ങളും CH മുഹമ്മദ് കോയയും കൂടി തിരൂരിലേക്ക് പ്രസംഗിക്കാൻ നടന്നു പോകുന്ന സംഭവം. അപ്പോൾ ഒരു അങ്ങാടിയിൽ താനാളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വൈലത്തൂർ എന്ന അങ്ങാടിയിൽ അവിടെ എത്തിയപ്പോൾ CH പറഞ്ഞു ഒന്ന് ഷേവ് ചെയ്യണം, ഒരു ബാർബർ ഷോപ്പ് അടച്ച് നിൽക്കണം. അപ്പോൾ അദ്ദേഹം പോയിട്ട് പറഞ്ഞു ഒന്ന് ഷേവ് ചെയ്യാൻ പറ്റില്ല, ഞാൻ കട അടച്ചു വെക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ല ഒന്ന് ഷേവ് ചെയ്യണം, നിങ്ങളൊന്ന് സഹായിക്കണം. അല്ല ഞാൻ കോരങ്ങത്ത് മൈതാനിയിൽ CH മുഹമ്മദ് കോയയുടെ ഒരു പ്രസംഗം ഉണ്ടാക്കി കേൾക്കാൻ പോകും. അപ്പോൾ ഇദ്ദേഹം പറയാണ്, CH പറഞ്ഞു മിണ്ടില്ല, ഞങ്ങളൊന്ന് സഹായിച്ചാൽ നമുക്ക് ഒരുമിച്ച് പോയെന്ന്, ഞങ്ങളും അങ്ങോട്ട് പോകണമെന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു പറ്റില്ല, ഞാൻ ഒരു തവണക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. അവസാനം ഗത്യന്തരമില്ലാതെ ഇയാൾ സമ്മതിക്കാൻ തയ്യാറായപ്പോൾ CH പറഞ്ഞു ഞാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന CH മുഹമ്മദ് കോയ, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ പ്രസംഗത്തിന് പോയി. MSFന്റെ പ്രസിഡന്റ് ആയപ്പോൾ ബ്രണ്ണൻ കോളേജിലേക്ക് CH EMS സാഹിബ് CH-നെ പ്രസംഗിക്കാൻ കൊണ്ടുപോയി. ചന്ദ്രികയിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോകണം. ഒരു ഫാൻ്റെ ഉണ്ട്, കുപ്പായല്ല, കുപ്പായം തലശ്ശേരി പോയിട്ടാണ് വാങ്ങിച്ചത്. തലശ്ശേരി പോയിട്ട് ഒരു കുപ്പായം സംഘടിപ്പിച്ചു. അപ്പൊ കാറിൽ കൊണ്ടുപോകണം CH-നെ. ബ്രണ്ണൻ കോളേജിൽ കൂക്കൽ കേൾക്കാത്ത ഒരു നേതാവും പ്രസംഗിച്ചു പോന്നിട്ടില്ല. CH-നെ കാറിൽ കൊണ്ടുപോകാൻ എന്ത് ചെയ്യണം? അദ്ദേഹം ഒരു കാര്യം ചെയ്തു. മൂപ്പര് അളിയനുണ്ട് തലശ്ശേരി, അമ്മസാഹിബ് പോയിട്ട് ആ കാറൊന്ന് തരുമെന്ന് ചോദിച്ചു. CH മുഹമ്മദ് കോയക്ക് പോകാനാണെങ്കിൽ ഞാൻ കാറ് തരാമെന്ന്. ആ കാറിൽ സഞ്ചരിക്കുന്ന കൊട്ടാരമാണ് അഹമ്മദ് സാഹിബ് അതിനെ വിശേഷിപ്പിക്കുന്നത്. കാറിൽ കൊണ്ടുപോയി പ്രസംഗിച്ച് മടങ്ങി വരുമ്പോൾ പ്രിൻസിപ്പാൾ അന്ന് 370 റുപ്യാണ് അത്ര ഫണ്ട് പാസ്സാക്കിയത്, 400 റുപ്യാക്കി കൊടുത്തത്. ആ 370 രൂപ അദ്ദേഹം ചെലവഴിച്ച് 30 രൂപക്ക് ഞങ്ങൾ 10-20 പേർ മുഴുവൻ ബീഫ് ഫ്രൈയും പൊറാട്ടയും കഴിച്ചു എന്നാണ് അഹമ്മദ് സാഹിബ് പറയുന്നത്. CH-ന്റെ അന്നത്തെ പ്രസംഗം കേട്ട് ബ്രണ്ണൻ കോളേജ് ഇളകിമറിഞ്ഞു എന്നാണ്. ബ്രണ്ണൻ കോളേജിൽ കൂക്കലി കേൾക്കാതെ ഇറങ്ങിപ്പോകുന്ന നേതാക്കൾ 2 ആളുള്ളൂ. അതിലൊന്ന് CH മുഹമ്മദ് കോയാന്ന് അഹമ്മദ് സാഹിബ് എഴുതി വെക്കുന്നുണ്ട്. അവസാനം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. പ്രിയപ്പെട്ടവരെ, ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് മാത്രം, അനുഭവമല്ല, ഒരു സാധനം പങ്കുവെച്ചു. അഹമ്മദ് സാഹിബ് പറഞ്ഞൊരു സാധനം പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി CH മുഹമ്മദ് കോയ മാറുന്നൊരു സമയമുണ്ട്. എല്ലാവരും പിന്തുണ അർപ്പിക്കാൻ വരും. BV അബ്ദുള്ള കോയ സാഹിബ്, അഹമ്മദ് സാഹിബ് ഒക്കെ നിൽക്കുകയാണ്. എല്ലാവരും വന്ന് CH-ന് പിന്തുണ അറിയിക്കുകയാണ്. എന്താ പറയണത്? നിങ്ങൾ മുഖ്യമന്ത്രിയാകൂ, ഞങ്ങൾ പിന്തുണക്കാം. കരുണാകരനും ആന്റണിയും എല്ലാവരും പിന്തുണക്കാമെന്ന്. ചാക്കീരി അതിന്റെ തന്ത്രങ്ങൾ മെനയുകയാണ്. ആ തന്ത്രങ്ങൾ മെനയുന്ന ഘട്ടത്തിൽ അഭിവന്ദനായ CH മുഹമ്മദ് കോയ പറഞ്ഞു അഹമ്മദേ പാണക്കാട്ടേക്ക് വിളിക്കുന്നു. പാണക്കാട്ടേക്ക് ഫോൺ വിളിച്ചു. ഫോൺ എടുത്തിട്ട് പറഞ്ഞു ഷിഹാബ് തങ്ങൾ CH-നേക്കാൾ എത്ര ഇളയതാണ്. ആ ഷിഹാബ് തങ്ങളോട് ചോദിച്ചു, തങ്ങളെ എല്ലാവരും എന്നോട് പറയുന്നുണ്ട് പിന്തുണ അറിയിക്കാമെന്ന്, നമ്മുടെ പാർട്ടിക്ക് പിന്തുണ അറിയിക്കാമെന്ന്, കേരള മുഖ്യമന്ത്രിയായി സ്ഥാനം ഏറ്റെടുക്കണമെന്ന് അറിയിക്കുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. തങ്ങൾ പറഞ്ഞു ചാക്കീരിയൊക്കെ കോണ്ടാക്റ്റ് ഉണ്ട്, CH ഏറ്റെടുക്കൂ, ഞാൻ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ് എന്ന്. പുറത്തേക്ക് വന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? എൻ്റെ നേതാവ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ സ്ഥാനം എന്നോട് ഏറ്റെടുക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്, ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അതായിരുന്നു CH. ഇന്ന് 56 വയസ്സുകൊണ്ട് അരഡസൻ രോഗങ്ങളുമായി ഓടി നടന്നിരുന്ന CH പലരെയും കണ്ടെത്തിക്കൊണ്ടുവന്നു. ബനാത്ത് സാഹിബിനെ കണ്ടെത്തിക്കൊണ്ടുവന്നു, ബീരാൻ സാഹിബിനെ കണ്ടെത്തിക്കൊണ്ടുവന്നു. ഓരോ ആളുകളെയും പരിപോഷിപ്പിച്ചു കൊണ്ടേയിരുന്നു. ഒരാൾ പ്രസംഗിക്കാൻ വരികയാണ്, PV മുഹമ്മദ് അരീക്കോട്. PV മുഹമ്മദ് അരീക്കോട് പ്രസംഗിക്കാൻ വരുമ്പോൾ എന്താ പറഞ്ഞത്? നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായ പ്രഭാഷകൻ PV ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. CH പ്രസംഗിക്കുകയാണ്. PV എന്നെ ചൂടിപ്പോയി എന്ന് പറയും. അതൊരു പ്രോത്സാഹനമായിരുന്നു. തിരുത്തേണ്ട അടുത്ത് തിരുത്തുകയാണ്, പറയേണ്ട അടുത്ത് പറയുകയാണ്. അബു സാഹിബെ, നിങ്ങൾ ലീഗിലേക്ക് തന്നെ തിരിച്ചു വരണം. ഞാൻ എന്തിനു വരണം CH? എന്നെ ആരറിയാൻ? നിങ്ങളെ ചരിത്രം അറിയൂ. അബു സാഹിബ് അവിടെ വീഴാൻ ലീഗിലേക്ക് വരികയാണ്. ഇങ്ങനെ നടന്നും ഓടിയും കിതച്ചും എഴുതിയും പറഞ്ഞും ലീഗ് വളർത്തിയ CH, ഖായിദെ മില്ലത്ത്, സീതി സാഹിബ്, CH നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും.